ഹരേ കൃഷ്ണ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ജയരാധ മാധവ് പാടിയിട്ട് തുടങ്ങാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി, ജയ രാധ മാധവ കുഞ്ച ബിഹാരി, ജയ ഗോപി ജനവല്ലഭ गिरिवरधारी, जय गोपी जनवल्लभ गिरिवरधारी, जय यशोदानन्दन व्रज जनरञ्जन, यशोदानन्दन व्रज जनरञ्जन, यमुनातीरावनचारी, जय राधा माधव कुंज बिहारी, जय श्री कृष्ण चैतन्य प्रभु नित्यानंद, श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. जय प्रभुपादा, जय प्रभुपादा, प्रभुपादा जय प्रभुपादा, जय जय प्रभुपाद प्रभुपाद, प्रभुपाद जय प्रभुपाद. आनंद कोटि वैष्णव वृंद की जय. ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय. ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः. वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. हरे कृष्ण. ഇന്നത്തെ ശ്ലോകം 1:8:28 അല്ലേ? അപ്പോൾ ഞാനത് ശ്ലോകം വായിക്കാം. ആരെങ്കിലും അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ പപ്പോട്ടെന്ന് വായിക്കണം. ശ്ലോകം: മന്യേ ത്വാം കാലമീശാനം അനാദിനിധനം വിഭും സമം ചരന്തം സർവത്ര ഭൂതാനാം യന്മിതഃ കലിഃ. മന്യേ ത്വാം കാലമീശാനം അനാദിനിധനം വിഭും സമം ചരന്തം സർവത്ര ഭൂതാനാം യന്മിതഃ കലിഃ. Translation purport by His Divine Grace A.C. Bhaktivedanta Swami Jagadguru Srila Prabhupada. മാതാജി ആരെങ്കിലും ട്രാൻസ്ലേഷൻ പർപ്പort വായിക്കാമോ? हरे कृष्णा माताजी. അമ്മമാജി, വിഷ്ണുപ്രമാജി, എൻ്റെ കയ്യിൽ ഭാഗവതം ഇല്ല, ഞാൻ പുറത്താണ്. ഹരേ കൃഷ്ണ. ഓക്കെ, ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചാൽ മതിയാവോ അതോ? ഓക്കെ, ഹരേ കൃഷ്ണ മാതാജി, ഞാൻ വായിക്കണം മാജി, വായിക്കണം മാജി, ലീലമാജി വായിക്കണം. വിവർത്തനം ഭാവാർത്ഥം ബൈ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ്. മാതാജി കേൾക്കുന്നില്ല? കേൾക്കാം. അല്ലയോ ഭഗവാനെ, അങ്ങ് ശാശ്വതമായ കാലവും നിയന്താവും ആദ്യന്തമില്ലാത്തവനും സർവവ്യാപിയുമാണെന്ന് ഞാൻ നിരൂപിക്കുന്നു. അങ്ങയുടെ കൃപ ചൊരിയുന്നതിൽ അങ്ങ് എല്ലാവരോടും സമനാണ്. ജീവാത്മാക്കൾ തമ്മിലുള്ള കലഹങ്ങൾക്ക് നിദാനം സാമൂഹ്യ വ്യവഹാരമാണ്. ഭാവാർത്ഥം: ശ്രീകൃഷ്ണൻ തൻ്റെ ഭാഗിനേയനോ പിതൃഭവനത്തിലെ ഒരു സാധാരണ കുടുംബാംഗമോ അല്ലെന്ന് കുന്തിദേവിക്ക് അറിയാം.
ശ്രീകൃഷ്ണനാണ് പരമാത്മാവായി ഏവരുടെയും ഹൃദയത്തിൽ വസിക്കുന്ന ആദി ഭഗവാനെന്നും അവർക്ക് നന്നായി അറിയാം. ഭഗവാന്റെ പരമാത്മ സവിശേഷതയുടെ മറ്റൊരു നാമമാണ് കാലം. നല്ലതും ചീത്തയുമായ നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും സാക്ഷി ശാശ്വതമായ കാലമാകുന്നു. ആകയാൽ അവയുടെ അനന്തര ഫലങ്ങൾ വിധിക്കുന്നതും അവിടുന്നാണ്. എന്തുകൊണ്ട് എന്തിനു വേണ്ടി ക്ലേശിക്കുന്നു എന്ന് എനിക്കറിയില്ല എന്ന് അഭിപ്രായപ്പെടുന്നതിൽ യാതൊരു പ്രയോജനവുമില്ല. ഈ നിമിഷം നാം അനുഭവിക്കുന്ന ക്ലേശങ്ങൾക്ക് കാരണമായ ദുഷ്കൃതം ഒരുപക്ഷെ നാം വിസ്മരിച്ചേക്കാം. എന്നാൽ പരമാത്മാവ് നമ്മുടെ സന്തത സഹചാരിയാണെന്നും ആകയാൽ ഭൂതവും വർത്തമാനവും ഭാവിയുമായ സർവ്വതും അദ്ദേഹം അറിയുന്നുവെന്നും നാം ഓർമ്മിക്കണം. ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമാത്മാ ഭാവമാണ് സർവപ്രവർത്തനങ്ങളുടെയും പ്രതിപ്രവർത്തനങ്ങളെയും വിധിക്കുന്നതെന്നതിനാൽ അവിടുന്ന് പരമനിയന്താവാകുന്നു. അവിടത്തെ അനുവാദമില്ലാതെ ഒരു പുൽക്കൊടി പോലും ചലിക്കാനാവില്ല. പുൽക്കൊടിക്കു പോലും ചലിക്കാനാവില്ല. ജീവാത്മാക്കൾക്ക് അവർ അർഹിക്കുന്ന സ്വാതന്ത്ര്യം അനുവദിച്ചു നൽകപ്പെട്ടിരിക്കുന്നു. ആ സ്വാതന്ത്ര്യത്തിന്റെ ദുരുപയോഗമാണ് ക്ലേശത്തിന് ഹേതു. ഭഗവത് ഭക്തർ അവരുടെ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്തുന്നില്ല. ആകയാൽ അവർ ഭഗവാന്റെ സത്പുത്രന്മാരാകുന്നു. സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്തുന്ന മറ്റുള്ളവർ ശാശ്വതമായ കാലത്താൽ നിയുക്തമായ ക്ലേശങ്ങൾക്ക് തള്ളപ്പെടുന്നു. ബദ്ധാത്മാക്കൾക്ക് കാലം സന്തോഷവും സന്താപവും രണ്ടും പ്രദാനം ചെയ്യുന്നു. ഇതൊക്കെ നിത്യമായ കാലത്തിന്റെ പൂർവ്വ വിധിയാകുന്നു. നാം ആവശ്യപ്പെടാതെ ദുരിതങ്ങൾ വന്നു ചേരുന്നതുപോലെ സന്തോഷവും ആവശ്യപ്പെടാതെ തന്നെ കാലത്തിന്റെ വിധി വിഹിതമായി താനെ എത്തിച്ചേരുന്നു. ആകയാൽ ആരും ഭഗവാന്റെ ശത്രുവോ മിത്രമോ അല്ല. ഓരോരുത്തരും അവരവരുടെ വിധിവിഹിത ഫലങ്ങളായ സന്തോഷവും സന്താപവും അനുഭവിക്കുന്നു. സാമൂഹ്യ സമ്പർക്കങ്ങളിലൂടെ ജീവാത്മാക്കൾക്കു തന്നെ ഉണ്ടാകുന്നതാണ് ഈ വിധി. ഇവരുടെ ഏവരുടെ ഭൗതിക പ്രകൃതിക്കുമേൽ ആധിപത്യം ചെലുത്താൻ ആഗ്രഹിക്കുന്നു. അപ്രകാരം പരമപുരുഷ ഭഗവാന്റെ നിരീക്ഷണത്തിന് കീഴിൽ ഓരോരുത്തരും താന്താങ്ങളുടേതായ വിധിയെ സൃഷ്ടിക്കുന്നു. ഭഗവാൻ സർവവ്യാപിയാകയാൽ ഏവരുടെയും പ്രവൃത്തികൾ ദർശിക്കാൻ അവിടുന്ന് കഴിയുന്നു. ഭഗവാൻ ആദിയും അനന്തവുമില്ലാത്തതിനാൽ അവിടുന്ന് നിത്യമായ കാലം എന്നും അറിയപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഓക്കെ, ഹരേ കൃഷ്ണ. नमो विष्णुपदाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिधि नाम्ने नमस्ते सारस्वती देवे गौरवाणी प्रचारिणी निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. ഹരേ കൃഷ്ണ. ഇന്ന് അവിടെ ശ്രീരാമ ജയന്തി ആണോ അതോ ഇന്നലെ ആയിരുന്നോ അതോ നാളെയാണോ? ഇന്നലെ ആയിരുന്നു പ്രഭു. ഇന്നലെ ആയിരുന്നല്ലേ, ഓക്കെ. എനിവേ എല്ലാവർക്കും ശ്രീരാമ ജയന്തി വിഷസ്. നമ്മുടെ ഈ ശ്ലോകം കുന്തി മഹാറാണിയുടെ പ്രേയേഴ്സ് ഭാഗവതത്തിലെ ഒരു വളരെ എന്താ പറയുന്നത്, വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ശ്ലോകം, ടച്ചിങ് ആയിട്ടുള്ള ഒരു പോർഷനാണ് കുന്തി സ്തുതി. പ്രഭുപാദ് വളരെ അധികം ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു പോർഷനാണ് കുന്തി സ്തുതി. പ്രഭുപാദ് അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേകം ബുക്ക് തന്നെ ഇറക്കിയിട്ടുണ്ട്, ടീച്ചിങ്സ് ഓഫ് ക്വീൻ കുന്തി എന്ന് പറഞ്ഞിട്ട്. കുന്തി മഹാറാണിയുടെ ഈ സ്തുതികളെല്ലാം ഒരു പുസ്തകത്തിലാക്കി ഒരു ബുക്കായിട്ട് പ്രഭുപാദ് ഇറക്കിയിട്ടുണ്ട്. അതിൽ പ്രഭുപാദിന്റെ കൂടുതൽ
എക്സ്പ്ലനേഷൻ, ഈ ശ്ലോകത്തിനെ കുറിച്ചുള്ള കൂടുതൽ എക്സ്പ്ലനേഷൻ ആ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് വായിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ അതൊരു നല്ല ബുക്കാണ്, വായിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ കുന്തിസ്തുതി വായിക്കുകയല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ പ്രഭുപാദിൻ്റെ ആ ഓരോ ശ്ലോകത്തിനും പ്രഭുപാദിൻ്റെ പർപ്പോർട്ട് അതിനകത്തുണ്ട്, അല്ലെങ്കിൽ പ്രഭുപാദിൻ്റെ ഒരു എസ്സേ പോലെ അല്ലെങ്കിൽ ആർട്ടിക്കിൾ പോലെ പ്രഭുപാദ് എഴുതിയിട്ടുണ്ട് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചിട്ട്. അപ്പോൾ ഈ ഇന്നത്തെ ശ്ലോകം വളരെ സ്പെഷ്യലാണ്. എന്താണെന്ന് വെച്ചാൽ, എല്ലാ ശ്ലോകങ്ങളും സ്പെഷ്യലാണ്. നമ്മൾ എല്ലാ പ്രാവശ്യവും ഭാഗവതം തുടങ്ങുമ്പോഴും അങ്ങനെയാണ് പറയുന്നത്, ഇന്നത്തെ ശ്ലോകം വളരെ സ്പെഷ്യലാണ്. കാരണം അതാണ് ഭാഗവതത്തിൻ്റെ മഹിമ. ഭാഗവതത്തിൻ്റെ മഹിമ എന്ന് പറയുന്നത്, ഓരോ ശ്ലോകവും ഈവൻ ദോ നമ്മൾ വിചാരിക്കും ഈ ശ്ലോകത്തിൽ വലിയതായിട്ടൊന്നും ഇല്ലല്ലോ. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയാണ്, കൃഷ്ണൻ ഹസ്തിനാപുരത്തിൽ നിന്ന് ദ്വാരകയിലേക്ക് തിരിച്ചുപോയി. ഒരു ശ്ലോകമാണ്. അതിനകത്ത് വലുതായിട്ട് പേർപ്പസ്, ചിലപ്പം പ്രഭുപാദിൻ്റെ പേർപ്പസ് പോലും ഉണ്ടാവില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ആ ശ്ലോകം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? കാരണം ഭാഗവതത്തിലെ 12th canto ഭാഗവതത്തിൽ ഒരു ഭാഗവത മഹിമ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. അതിനകത്ത് പറയുന്നത് ഭാഗവതത്തിൻ്റെ ഒരു ശ്ലോകം ഒരു ദിവസം വായിക്കണം എന്നാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് മിനിമമാണ് പറയുന്നത്, ഒരു ശ്ലോകം ഒരു ദിവസം വായിക്കണം. ഇനി ഒരു ശ്ലോകം വായിക്കാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ പാദാർത്ഥം ഒരു പാദം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ശ്ലോകമാണെന്ന് തോന്നുന്നു, 4 lines. അതിൻ്റെ പാദാർത്ഥം, അതിൻ്റെ പകുതിയെങ്കിലും വായിക്കണം. ഇനി അതിൻ്റെ പകുതി പോലും വായിക്കാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു ലൈനെങ്കിലും വായിക്കണം എന്നാണ് പറയുന്നത്. ആ ഒരു ലൈൻ വായിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു വാക്കെങ്കിലും വായിക്കണം എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ ഭാഗവതത്തിൻ്റെ മഹിമ. ഭാഗവതം അമല പുരാണമാണ്. ശ്രീമദ് ഭാഗവതം പുരാണമമലം. ഏതാണ് ശ്ലോകം? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ശ്രീമദ് ഭാഗവതം പുരാണമമലം യത് വൈഷ്ണവാനാം പ്രിയം. വൈഷ്ണവന്മാർക്ക്, ആർക്കൊക്കെയാണ് പ്രിയം? വൈഷ്ണവന്മാർക്കാണ്. അത്രയും അമല പുരാണമാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ ആ ഭാഗവതത്തിലെ എല്ലാ ശ്ലോകങ്ങളും, എല്ലാ വരികളും, എല്ലാ വാക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഭാഗവതത്തിൽ ഇനിയും ഒരു ശ്ലോകമുണ്ട്, അതിനകത്ത് പറയുന്നത് അബദ്ധവദ്യവി. ഈവൻ ദോ അത് നമ്മൾ എഴുതുമ്പോഴോ വായിക്കുമ്പോഴോ എന്തെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ് ഉണ്ടാകുകയാണെങ്കിൽ എങ്കിലും ആ ശ്ലോകത്തിൻ്റെ പവർ അല്ലെങ്കിൽ ഭാഗവതത്തിൻ്റെ പവർ കൊണ്ട്, അല്ലെങ്കിൽ ഭാഗവതത്തിൻ്റെ പൊട്ടൻസി കൊണ്ട് ആ വായിക്കുന്നയാളോ കേൾക്കുന്നയാളോ അവരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ ഭാഗവതത്തിൻ്റെ ആ ഒരു എനർജി, അല്ലെങ്കിൽ ആ ഒരു പ്യൂരിഫിക്കേഷൻ ഉള്ളിലേക്ക് ഉണ്ടാകും എന്നാണ് പറയുന്നത്. യസ്മിൻ പ്രതിശ്ലോകം അപഥ്യവത്തവി ശൃണ്വന്തി ഗായന്തി ഗൃണന്തി. ആർക്കെങ്കിലും ആ ശ്ലോകം പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് കമന്റിലിടുക. സാധവഃ. ശൃണ്വന്തി ഗായന്തി. എന്തായിരുന്നു അടുത്ത? ശൃണ്വന്തി ഗായന്തി സാധവഃ. സാധവഃ എന്ന് പറഞ്ഞാൽ ഭക്തന്മാർ എപ്പോഴും അത് ശൃണ്വന്തി കേൾക്കുകയും, ഗായന്തി എന്ന് പറഞ്ഞാൽ പാടുകയും, ഗൃണന്തി എന്ന് പറഞ്ഞാൽ സ്മരിക്കുകയും അതിനെക്കുറിച്ച് ഓർക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അത്രയും പവർഫുള്ളാണ് ശ്രീമദ് ഭാഗവതം. അപ്പം ഭാഗവതത്തിലുമായിട്ട് എപ്പോഴും we should be always in connection, we should be always in touch with ഭാഗവതം എന്ന് പറയുന്നത് ശ്രീല പ്രഭുപാദ് എപ്പോഴും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് നിത്യം ഭാഗവത സേവയ എന്ന് പറയുന്നത്. നമ്മൾ ഭാഗവതമായി എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം. ഭാഗവതം എപ്പോഴും നമ്മുടെ ഒരു കോൺസ്റ്റന്റ് കമ്പാനിയൻ ആയിരിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഭാഗവതം തുടങ്ങുന്നതിന് മുമ്പ് ഈ ശ്ലോകം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. കാരണം എല്ലാ ശ്ലോകങ്ങളും ഭാഗവതത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഭാഗവതം എന്താ പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ എങ്ങനെയാണ് ഭാഗവതം ഉണ്ടായത്. ഇന്നലെ രാമായണമായിരുന്നു.
രാമായണം എങ്ങനെ ഉണ്ടായെന്ന് നമുക്കെല്ലാവരും അറിയാം. ഇന്നലെ രാമജയന്തി ആയിരുന്നു. നമുക്കറിയാം എങ്ങനെ രാമായണം ഉണ്ടായി അല്ലേ? നമുക്ക് എങ്ങനെയാണ് രാമായണം ഉണ്ടായത്? രാമായണം വാൽമീകി ചോദിക്കുകയാണ് നാരദ മഹർഷിയോട്, കോനസ്മിൻ സാമ്പ്രദാം ലോകെ, ഇപ്പോഴത്തെ ലോകത്തിൽ കോനസ്മിൻ സാമ്പ്രദാം ലോകെ, ഇന്നത്തെ ലോകത്തിൽ ഗുണവാൻ, വീര്യവാൻ, ശീലവാൻ, ഇത്രയും ഗുണഗണങ്ങളുള്ള ആരാണ് ഈ ലോകത്തിലുള്ളത്? ഇത്രയും 16 ഗുണഗണങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഭഗവാനെ കുറിച്ച്. അപ്പോഴത്തേനാണ് നാരദമുനി പറയുന്നത്, ഇത്രയും ഗുണഗണങ്ങളുള്ള ഇപ്പോൾ ജീവിക്കുന്ന ഒരാൾ സർവപുരുഷോത്തമനായ ശ്രീരാമനാണ്. എന്നിട്ട് ഭഗവാന്റെ കംപ്ലീറ്റ് രാമായണവും 100 ശ്ലോകങ്ങളിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വാൽമീകി. എന്നിട്ട് വാൽമീകി തിരുത്താൻ പറയുന്നുണ്ട്. ഇതേ കാര്യം തന്നെയാണ് നാരദർ ആരെടുത്ത് പറയുന്നത്? ഭാഗവതത്തിന്റെ കാര്യത്തിൽ വ്യാസദേവരുടെ അടുത്ത് പറയുന്നത് അല്ലേ? വ്യാസദേവരും ഇത്രയും വേദങ്ങളും വേദാന്തങ്ങളും എല്ലാം എഴുതിയിട്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ ഇരിക്കുമ്പോഴാണ് നാരദ മഹർഷി വലിയൊരു ഒരു ഒരു വലിയൊരു സോളാണ്, ഒരു വലിയൊരു ഒരു എന്താ പറയുന്ന ഒരു ഡിവോട്ടിയാണ്, വലിയൊരു ഒരു ഭക്തനാണ് ബേസിക്കലി. എവിടൊക്കെ ഭക്തന്മാർക്ക്, എവിടൊക്കെ ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കേണ്ട ആവശ്യകതയുണ്ടോ, എവിടെയൊക്കെ ഭക്തന്മാർക്ക് സഹായം ആവശ്യമുണ്ടോ, എവിടൊക്കെയാണോ ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ നടക്കേണ്ടത്, അവിടെ എല്ലായിടത്തും നാരദമുനി ഉണ്ടാവും, എല്ലായിടത്തും. അത് നാരദമുനിയെ പോലെ ഇത്രയും എന്താ പറയുന്ന മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരാൾ നമുക്ക് ഉണ്ടാവില്ല, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അല്ലേ? ശരിക്കും ഞാനും അങ്ങനെ ആയിരുന്നു. പക്ഷെ പ്രഭുപാദിന്റെ പേർപ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഭാഗവതം, രാമായണം, ഇങ്ങനെയുള്ള മഹാഭാരതം ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴാണ് നാരദമുനി എന്തു വലിയ ഭക്തനാണെന്ന് പറയുന്നത് അല്ലേ? നാരദമുനിയെ കുറിച്ച് പറയുന്നത് നിങ്ങൾ എന്താണ് തീർത്ഥേ, ഞാൻ ശ്ലോകം പറഞ്ഞു. അതിനകത്ത് പറയുന്നത് തീർത്ഥാനി സ്വാന്തസ്തേന കൃതഭൃത. അതിനകത്ത് പറയുന്നത് താങ്കൾ തീർത്ഥത്തിനെ പോലെയാണ്. എന്താണ് തീർത്ഥം? ഗംഗാ തീർത്ഥം, യമുന, അതുപോലുള്ള തീർത്ഥം. എന്തുകൊണ്ടാണ്? കാരണം താങ്കളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാവരുമായിട്ടുള്ള പാപങ്ങൾ കഴുകിക്കളയുന്നു. അപ്പം നമ്മൾ ഗംഗയിൽ പോയി മുങ്ങിയിട്ട് വരുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് പാപങ്ങൾ നശിക്കുമെന്നാണ് പറയുന്നത്. യമുനയിൽ പോകുമ്പോഴത്തേനും നമ്മുടെ കംപ്ലീറ്റ് പാപങ്ങൾ നശിക്കുമെന്നാണ് പറയുന്നത്. തീർത്ഥി കുർവന്തി തീർത്ഥാനി, തീർത്ഥി കുർവന്തി തീർത്ഥാനി സ്വാന്തസ്തേന ഗതാഭൃത എന്ന് ഭാഗവതം പറയുന്നു. എന്തുകൊണ്ടാണ്? താങ്കളുടെ ഉള്ളിൽ താങ്കൾ തീർത്ഥത്തിനെ പോലെയാണ്. എങ്ങനെയാണോ മറ്റൊരു ജീവാത്മാവ് താങ്കളുമായി കണക്റ്റഡ് ആവുന്നത്, ആ സമയത്ത് തന്നെ അയാൾ പ്യൂരിഫൈഡ് ആവുന്നു, ആ സമയത്ത് തന്നെ അയാൾക്ക് ഭഗവാന്റെ ഭക്തി ലഭിക്കുന്നു എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? സ്വാന്തസ്തേന ഗതാഭൃത, എപ്പോഴും ഉള്ളിൽ ഭഗവാനെ കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് താങ്കൾ ഒരു തീർത്ഥത്തിനെ പോലെയാണെന്ന് പറയുന്നത്. നാരദനെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്യുന്നതാണ്. ഇത്രയും ഗ്രേറ്റ് ആയിട്ടുള്ളൊരു സോൾ, ഇത്രയും ഗ്രേറ്റ് ആയിട്ടുള്ളൊരു ഡിവോട്ടിയാണ് ശ്രീമദ് നാരദർ. അപ്പോൾ അദ്ദേഹം പറയാണ്, വ്യാസരെടുത്ത് പറയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടാത്തത്? എന്തുകൊണ്ടാണ്? കാരണം ഭഗവാനെക്കുറിച്ച് ഗ്ലോറിഫൈ ചെയ്തിട്ടില്ല. ഭഗവാനെക്കുറിച്ച് എക്സ്ക്ലൂസീവ്ലി ഭഗവാനെ മാത്രം ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഭഗവാന് വേണ്ടി മാത്രം ഗ്ലോറിഫൈ ചെയ്യുക, അപ്പം എല്ലാം സാറ്റിസ്ഫൈഡ് ആകുമെന്ന് പറയുന്നു. സെയിം രാമായണത്തിൽ അതുപോലെയാണ് വാൽമീകി എടുത്ത് പറയുന്നത്. അതുപോലെ അത്രയും ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള അത്രയും പുണ്യപുരാണമാണ് ശ്രീമദ് ഭാഗവതം. ആ ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെക്ഷനാണ് കുന്തി ദേവിയുടെ പ്രേയേഴ്സ്. കാരണം നമുക്കറിയാം കുന്തി ദേവി ഈ സിറ്റുവേഷൻ ഏതാണ് നമുക്ക് മനസ്സിലായി. കുന്തി ദേവി യുദ്ധമെല്ലാം കഴിഞ്ഞു, പാണ്ഡവന്മാർ വിജയിച്ചു, എല്ലാവരും ശത്രുക്കളെല്ലാം അവരെല്ലാവരും വധിക്കപ്പെട്ടു. അതിനുശേഷം എല്ലാം കഴിഞ്ഞു, ഭഗവാൻ തിരിച്ചു പോകുന്ന സമയത്താണ് കുന്തി ദേവി ഇത് പ്രാർത്ഥിക്കുന്നത്.
എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഈ കുന്തിദേവിയുടെ പ്രേയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുന്തിദേവി ഭഗവാനെ ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, ഭഗവാനെ, കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായി തന്നെയാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത്. അല്ലാതെ കുന്തിദേവി തൻ്റെ നെവ്യൂ ആയിട്ടോ അല്ലെങ്കിൽ തൻ്റെ ബന്ധുവായിട്ടോ ഒന്നും ആരുമായിട്ടല്ല കുന്തിദേവി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. കുന്തിദേവി ഭഗവാന്റെ, അതാണ് ഇന്നത്തെ ഈ ശ്ലോകത്തിന്റെ പർപ്പട്ടിൽ പ്രഭുപാദ എഴുതിയിരിക്കുന്നുണ്ട്. കുന്തിദേവി ന്യൂ ദാറ്റ് കൃഷ്ണ വാസ് നീദർ ഹെർ നെവ്യൂ നോർ ആൻ ഓർഡിനറി ഫാമിലി മെമ്പർ ഓഫ് ഹെർ പെറ്റേണൽ ഹൗസ്. തൻ്റെ പിതാവിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള തൻ്റെ ബന്ധുവായിട്ടോ അല്ലെങ്കിൽ തൻ്റെ നെഫ്യൂ ആയിട്ടോ ഒന്നുമല്ല കുന്തിദേവി കാണുന്നത്. ഈ പ്രേയേഴ്സിൽ തുടക്കം തന്നെ കുന്തിദേവി പ്രാർത്ഥിക്കുന്ന ഭഗവാനെ. ആദ്യത്തെ ശ്ലോകം എന്തായിരുന്നു? ഞാൻ മറന്നുപോയി. കുന്തിദേവിയുടെ നമസ്തേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതിപുരം. ഭഗവാൻ ഈശ്വരനാണ്, താങ്കൾ ഈശ്വരനാണ്, താങ്കൾ ആദിപുരുഷനാണ് അല്ലേ എന്ന് കൃത്യമായ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് കുന്തിദേവി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. ഇതിൽ വലിയൊരു ലെസൺ ഉണ്ട് കേട്ടോ. പ്രഭുപാദ് പറയുന്നത്, പർപ്പോട്സിൽ പ്രഭുപാദ് പറയുന്നുണ്ട്, we should completely understand the greatness and the opulence of Krishna before started loving him. എന്താ പറയുന്നത് വെച്ചാൽ ഭഗവാന്റെ ഗ്രേറ്റ്നെസ്, ഭഗവാന്റെ ഗ്രേറ്റ്നെസ്സിന് എന്താ പറയുന്ന മഹത്വം താങ്ക് യു. ഭഗവാന്റെ മഹത്വവും ഭഗവാന്റെ ആ ഐശ്വര്യവും ഭഗവാന്റെ ഗ്രേറ്റ്നെസ്, ഭഗവാന്റെ എല്ലാ ഓപ്പുലൻസും അറിഞ്ഞിട്ട് വേണം നമ്മൾ ഭഗവാനെ എന്താ പറയുന്ന സഖ്യനായിട്ടോ അല്ലെങ്കിൽ ഭ്രാതാവായിട്ടോ അല്ലെങ്കിൽ പുത്രനായിട്ടോ അല്ലെങ്കിൽ ലവറായിട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സഖാവായിട്ടോ അല്ലെങ്കിൽ ഏത് രീതിയിലും ഭഗവാനെ നമ്മൾ സേവിക്കുന്നതിന് മുമ്പ് വി ഷുഡ് ബി കംപ്ലീറ്റ്ലി thoroughly understanding the greatness of the supreme personality of God. വലിയൊരു ലെസനാണ് പ്രഭുപാദ് പറയുന്നത്. കാരണം അല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാനെ ചീപ്പായിട്ട് എടുത്തല്ലേ, വിൽ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. നമ്മൾ ഭഗവാനെ വളരെ ലൈറ്റായിട്ട് എടുക്കും. അപ്പം വി ഷുഡ് ബി thoroughly understanding the greatness of the supreme personality of Godhead before you are loving him in any of these conjugal relationships അല്ലെങ്കിൽ എനി ഓഫ് ദിസ് റിലേഷൻഷിപ്സ് അല്ലേ. ഭഗവാനെ തൻ്റെ കുട്ടിയായിട്ടോ ഭഗവാനെ തൻ്റെ മകനായിട്ടോ അല്ലെങ്കിൽ ലവറായിട്ടോ സഖാവായിട്ടോ ഇതെല്ലാം ഓക്കെ, ബട്ട് അതിനു മുമ്പ് ഭഗവാന്റെ ഇതറിയണം. കുന്തിദേവി ഇത് തന്നെയാണ് പറയുന്നത്. കാരണം കുന്തിദേവിക്ക് ഒരുപക്ഷെ ഭഗവാൻ കുന്തിദേവിയോടും പാണ്ഡവന്മാരോടും ഒരു സാധാരണ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ തൻ്റെ ബന്ധുക്കളോട് പെരുമാറുന്ന പോലെ ഭഗവാൻ പെരുമാറിയിട്ടുണ്ടാവാം. പക്ഷെ ഭക്തൻ തിരിച്ച് ഭഗവാനെ സ്നേഹിക്കുന്നതും ഭഗവാനെ സേവിക്കുന്നതും എപ്പോഴും ടോപ്പ് പ്രയോറിറ്റി ഭഗവാൻ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് ആണ്, അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷനാണ് എന്നുള്ള അറിവിലായിരിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയൊരു ഡിഫറൻസിയേഷൻ ഉണ്ട്. നമ്മൾ രണ്ട് തരത്തിലുള്ള ഭക്തന്മാരെ കുറിച്ചുണ്ട് അല്ലേ. എന്താണ് പറയുന്നത്? നമ്മൾ എന്താണ് പറയുന്നത്? സാധനസിദ്ധ, അതല്ലോ വേറൊന്ന് പറയായിരുന്നല്ലോ, സ്പോണ്ടേനിയസ് ഭക്തി, വൈദി ഭക്തി, പിന്നെ മറ്റൊരെണ്ണം ഉണ്ടായിരുന്നല്ലോ, രാഗാനുക ഭക്തി, വൈദി ഭക്തി. താങ്ക് യു. അപ്പൊ രാഗാനുക ഭക്തി, വൈദി ഭക്തി, ഈ രണ്ട് ഭക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ രണ്ട് തരത്തിലുള്ള ഡിവോട്ടീസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് വൈദി ഭക്തി. വൈദി ഭക്തി എന്ന് പറയുന്നത് വിധിമാർഗം, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് അല്ലെങ്കിൽ അതിനനുസരിച്ച് എന്താണ് പറയുന്നത്, ഭഗവാനെ സേവിക്കുന്ന ഭക്തന്മാരാണ് വൈദി ഭക്തി. മെറ്റീരിയൽ വേൾഡിലുള്ള 99% ഭക്തന്മാരും വൈദി ഭക്തി അനുസരിച്ച് ഭഗവാനെ സേവിക്കേണ്ടവരാണ് അല്ലെങ്കിൽ സേവിക്കുന്നവരാണ്.
ഇനി രാഗാനുഗ ഭക്തിയുണ്ട്. രാഗാനുഗ ഭക്തി എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ലവ് ആണ്. രാഗം എന്ന് പറയുന്നത് സ്പോണ്ടേനിറ്റി, അതായത് ഭഗവാനോടുള്ള രാഗം എന്ന് പറഞ്ഞാൽ ഭഗവാനോടുള്ള അട്രാക്ഷൻ, ഭഗവാനോടുള്ള ആ ഒരു സ്നേഹം സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാകുന്നത്. ആ സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി അവരാ വൈദി ഭക്തി ക്രോസ് ചെയ്തിട്ട് ആ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞു. കാരണം ഇതിൻ്റെ സയൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ബേസിക്കലി ആ രാഗം എത്തേണ്ട, ആ രാഗത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രേമത്തിലേക്ക് എത്തേണ്ട പ്രോസസ്സാണ് ഭക്തി എന്ന് പറയുന്നത്, അല്ലേ? നമുക്കറിയാം, ആദൗ ശ്രദ്ധ തഥാ താതു സംഘ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, ഈ പല പല സ്ഥിതിയിൽ പോയിട്ട് നിഷ്ഠ, ആസക്തി, രുചി, ഭാവം, പ്രേമം, ഇങ്ങനെ ഡിഫറെൻറ്റ് ലെവലിലേക്ക് പോകുമ്പോൾ അൾട്ടിമേറ്റ്ലി ഒരാൾക്ക് എവിടെയാണ് എത്തേണ്ടത്? ആ ഭാവത്തിലും ആ പ്രേമത്തിലുമാണ് എത്തേണ്ടത്. ഇപ്പോൾ രാഗാനുഗ ഭക്തന്മാരെന്ന് പറയുന്നത് ആ ഓട്ടോമാറ്റിക്കലി ആ ഭാവത്തിലെത്തിയവരാണ്. എങ്ങനെയാണ്? കാരണം ഒന്നുകിൽ അവർ നിത്യ മുക്താത്മാക്കളായിരിക്കും. അവർക്ക് ഈ സൈക്കിളിലൂടെ പോകേണ്ട ആവശ്യമില്ല, ഈ പ്രോസസ്സിലൂടെ പോകേണ്ട ആവശ്യമില്ല. എന്താണ് ഈ പ്രോസസ്സ്? ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് പ്യൂരിഫിക്കേഷനാണ്, അല്ലേ? ഈ പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് പ്യൂരിഫിക്കേഷനാണ്. നമ്മുടെ പല പല കൽമഷണങ്ങളിൽ നിന്നും ഇന്നബിലിറ്റീസിൽ നിന്നും നമ്മളെ പ്യൂരിഫൈ ചെയ്ത് ആ നിഷ്ഠയിലെത്തി, നിഷ്ഠയിൽ നിന്ന് പതുക്കെ പതുക്കെ ആ ആസക്തിയിലേക്ക് വന്നു, ആസക്തിയിലേക്ക് പതുക്കെ പതുക്കെ ആ ഭാവത്തിലേക്ക് വന്നു, അല്ലെ? ആ രുചിയിലേക്ക് വന്നു, അല്ലേ? ആ രുചിയിൽ നിന്ന് ഭാവത്തിലേക്കും, ഭാവത്തിലേക്ക് പ്രേമം, ആ ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ് ഈ വിധിമാർഗം. ആ വിധിമാർഗത്തിൽ നിന്ന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആദൗ ശ്രദ്ധ. എന്താണ് ഈ ശ്രദ്ധ? ശ്രദ്ധ എന്ന് പറയുന്നത് ഭഗവാൻ ഉണ്ടെന്നും ആ ഭഗവാൻ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ആണെന്നുള്ള ബോധ്യത്തിന് മേലിലുണ്ടാകുന്ന ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ശ്രദ്ധ. ആദ്യമേ ഭഗവാൻ നമ്മുടെ ഉണ്ണിക്കണ്ണനാണെന്നും ഇതെല്ലാം ഓക്കെയാണ്. പക്ഷേ ഉണ്ണിക്കണ്ണനാണെങ്കിലും ഭഗവാൻ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ആണെന്നുള്ള ബേസിക് ഫണ്ടമെൻ്റൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ മേളിലായിരിക്കണം നമ്മൾ ഭഗവാനായിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രഭുപാദ് പറയുന്ന സഹജിയ എന്ന് പറഞ്ഞു. എന്താണ് സഹജിയ എന്ന് പറയുന്നത്? സഹജിയ എന്ന് പറഞ്ഞാൽ സഹജം. സഹജം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ സഹജം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈസി ഗോയിങ്, അല്ലേ? ഒരു തമാശ, കാഷ്വൽ, താങ്ക് യു, കാഷ്വലായിട്ട് നമ്മൾ അതങ്ങ് എടുക്കും, അല്ലേ? അപ്പം നമ്മൾ ഭഗവാനെ കാണുമ്പോഴത്തേന് ഭയങ്കരമായി കരയുകയും, ഭഗവാനെ കാണുമ്പോൾ ഭയങ്കരമായി ഇമോഷണൽ ആകുകയും ചെയ്യും, അല്ലേ? കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ സഹജീയരാണ്. ഭഗവാനെ നമ്മൾ സഹജമായി ഭഗവാനുമായിട്ട് എടുക്കുന്നത്. കാരണം സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ആണെന്നുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്കില്ല. അപ്പോൾ ഈ പർട്ടിക്കുലർ ഭക്തന്മാർ എപ്പോഴും ഈ ലെവൽ ഓഫ് ഈ പർട്ടിക്കുലർ എന്താണ്? ആദോ ശ്രദ്ധ തഥാ സാധുസംഗം ചെയ്ത്, പിന്നെ ഭജനക്രിയ, പിന്നെ അനർത്ഥ നിവൃത്തി, അല്ലേ? അങ്ങനെ പതുക്കെ ഈ സ്റ്റെപ്പ്, പിന്നെ നിഷ്ഠ, അങ്ങനെ പല സ്റ്റെപ്പിലൂടെ പോയി ഓരോ സ്റ്റെപ്പിലും അതിൻ്റേതായിട്ടുള്ള പ്യൂരിഫിക്കേഷൻ നടത്തി ഓരോ തരത്തിലും ഡെവലപ്പായി, ഇവോൾവായി, പ്യൂരിഫൈ ആയി എത്തുമ്പോഴാണ് ഭഗവാൻ പ്യുവറായിട്ട് നമുക്ക് ഭഗവാനുമായിട്ടുള്ള ഒരു പർട്ടിക്കുലർ റിലേഷനിലെത്താൻ പറ്റും. എന്താണോ നമ്മുടെ അടിസ്ഥാനപരമായ ഭഗവാനുള്ള റിലേഷൻ, ആ ഒറിജിനൽ റിലേഷനിലേക്ക് നമുക്ക് കംപ്ലീറ്റ്ലി ആൻഡ് ടോട്ടലി നമുക്ക് ഭഗവാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്ന് പറഞ്ഞാൽ ഭഗവാൻ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എന്നാണ്. ഇവിടെ കുന്തി നോക്കൂ, കുന്തി മഹാറാണി ഭഗവാന് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും, എന്ത് റിലേഷൻഷിപ്പ്? ഭഗവാനെ തൻ്റെ സ്വന്തം നെഫ്യൂവിനെ എന്താ മലയാളത്തിൽ പറയുന്നത്? മരുമോനോ വടെവർ, അതെൻ്റെ നെഫ്യൂ ആയിട്ട് കാണുന്നെങ്കിലും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലി മെമ്പറായിട്ട് കാണുന്നെങ്കിലും, പക്ഷേ ഭഗവാനെ ഇവിടെ പരമ ദിവ്യോത്തമ പുരുഷനായി തന്നെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചെറുതായിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. കുന്തി മഹാറാണിയുടെ ശരിക്കുമുള്ള ഭഗവാന്റെ
ഭഗവാനോടുള്ള കണക്ഷൻ എന്താണ്? ഇത് വൈദിക മാർഗത്തിലുള്ള ഭഗവാനോടുള്ള കണക്ഷൻ ആണോ അതോ രാഗാനുഗ ഭക്തിയിലാണോ? ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ കുന്തി മഹാറാണി ഭഗവാന്റെ രാഗാനുഗ ഭക്തി ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പ്രഭുപാദ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. കാരണം ഭഗവാന്റെ മദേഴ്സ്, അതായത് അമ്മമാരിൽ കുന്തി മഹാറാണി ആദ്യത്തെ ടോപ്പ് 5-ലാണ് വരുന്നത്. ആദ്യത്തേത് മദർ യശോദ, പിന്നീട് ദേവകി, പിന്നെ രോഹിണി, പിന്നീട് ഗോപികമാർ, എൽഡർ ഗോപികമാർ, പിന്നീടാണ് കുന്തി വരുന്നത്. അപ്പോൾ ആദ്യത്തെ ടോപ്പ് 5-ൽ കുന്തി മഹാറാണി ഭഗവാന്റെ അമ്മമാരിൽ ഏറ്റവും ടോപ്പ് സ്ഥാനം വഹിക്കുന്ന ഭക്തയാണ് കുന്തി മഹാറാണി. അപ്പോൾ കുന്തി മഹാറാണി അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം? കുന്തി മഹാറാണി ഭഗവാന്റെ എന്താ പറയുന്ന സ്പോണ്ടേനിയസ് ലവറാണ്. ഭഗവാന്റെ അമ്മയുടെ എന്താണ് പൊസിഷനാണ് കുന്തി മഹാറാണി. പക്ഷേ എന്താണ് കുന്തി മഹാറാണി ഈ പ്രാർത്ഥനകളിൽ കുന്തി മഹാറാണി ഏറ്റവും മുന്നിലേക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന എന്തായിട്ടാണ്? ഭഗവാനെ അങ്ങ് അനാദിനിധനം വിഭും, അങ്ങയ്ക്ക് തുടക്കവുമില്ല, അങ്ങയ്ക്ക് അന്ത്യവുമില്ല, അങ്ങ് ഈശാനം, അങ്ങ് ഇതിൻ്റെ ലോകത്തിൻ്റെ കംപ്ലീറ്റ് കൺട്രോളറാണ്. നമസ്യേ പുരുഷം ത്വാദ്യം, ഭഗവാൻ ഈ ലോകത്തിൻ്റെ കംപ്ലീറ്റ് പുരുഷനാണ്, കംപ്ലീറ്റ് നാഥനാണ് എന്നെല്ലാം ഭഗവാനെ വൈദിക ഭക്തിയുടെ ഏറ്റവും കോർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നാണ് കുന്തി മഹാറാണി പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം? ഇതിന് പ്രഭുപാദ് ശ്രീമദ് ഭാഗവതത്തിൽ ഐ തിങ്ക് 10th canto എന്താണ് ബ്രഹ്മദേവിൻ്റെ ഒരു പ്രേയേഴ്സ് ഉണ്ട്. അതിനകത്ത് പ്രഭുപാദ് ഒരു സെക്ഷനിൽ പറയുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തന്മാർക്ക് എപ്പോഴും വഴികാട്ടിയായിട്ടുള്ളത് ഭഗവാന്റെ ഭക്തന്മാർ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, നേരത്തെ നമ്മൾ നാരദ മഹർഷിയുടെ കഥ പറഞ്ഞില്ലേ? നാരദ മഹർഷി പരമമായ ഭക്തനാണ്. പക്ഷേ നാരദ മഹർഷി ആരെയൊക്കെ ഉപദേശിക്കാറുണ്ട്? ധ്രുവനെ ഉപദേശിക്കാറുണ്ട്, പിന്നെന്താണ് പ്രഹ്ലാദനെ ഉപദേശിക്കാറുണ്ട്, അതുപോലെ കംസനെ ഉപദേശിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പിന്നെ വേറൊരു സെക്ഷനിൽ നമ്മൾ കാണാറുണ്ട്, മറ്റേ ഒരു കാട്ടാളൻ ഈ മൃഗങ്ങളെയെല്ലാം കൊന്നിട്ടിരിക്കുന്ന മൃഗാരി, ഇവരെ എല്ലാവരെയും അങ്ങനെയുള്ള പല സെക്ഷനിലും നാരദര് അതുപോലുള്ള ഭഗവാന്റെ ഭക്തന്മാർ വരാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഭഗവാന്റെ മഹിമയെ ഏറ്റവും ടോപ്പായിട്ട് കാണിക്കാനുള്ള ഒരു പ്രോസസ്സാണ് ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ. ആ ഗ്ലോറിഫിക്കേഷനിൽ ഭഗവാനെ എപ്പോഴും തൻ്റെ സ്വന്തം ഫീലിങ്സിനെ അടക്കി വെച്ചിട്ട് ഭഗവാന്റെ ഈ പറഞ്ഞ പോലെ മഹിമ, അതായത് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എന്നുള്ള മഹിമയായിരിക്കും എപ്പോഴും ടോപ്പ് കാണിക്കുന്നത്. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ, ശ്രീല പ്രഭുപാദറിൻ്റെ ഏതെങ്കിലും ഒരു ലെക്ചർ എടുത്ത് നോക്കൂ. പ്രഭുപാദർ ഭഗവാനോടുള്ള ഭക്തി അല്ലെങ്കിൽ ഭഗവാനോടുള്ള ആ ഒരു കണക്ഷൻ എന്താണെന്ന് നമുക്ക് എപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? എപ്പോഴും പ്രഭുപാദ് നമ്മളോട് പറയുന്നത് കൃഷ്ണ is the supreme personality of Godhead, Krishna is the enjoyer of everything, Krishna is the master of everything, Krishna is the is the time. എല്ലാം ഭഗവാന്റെ എപ്പോഴും ആ ഐശ്വര്യഭാവത്തിനെ കുറിച്ചാണ് പറയുന്നത്. എപ്പോഴെങ്കിലും പ്രഭുപാദിന് ഭഗവാനോടുള്ള തൻ്റെ ഉള്ളിലുള്ള എന്താണ് പ്രഭുപാദും ഭഗവാനും തമ്മിലുള്ള ആ ഒരു സ്വീറ്റ് റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല. കാരണം എന്താണ്? പ്രഭുപാദ് റിവീൽ ചെയ്തിട്ടില്ല. കാരണം അത് പ്രഭുപാദിൻ്റെ വളരെ പേഴ്സണലാണ്. പക്ഷെ പറഞ്ഞിട്ടുണ്ട്, പ്രഭുപാദിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞിട്ടുണ്ട്, പ്രഭുപാദ് ഇത് ഷെയർ ചെയ്യുമായിരുന്നു. പ്രഭുപാദിൻ്റെ സിൻസിയർ ആൻഡ് സീനിയർ ഡിസൈപ്പിൾസ്, വൺ ഓഫ് ദി ഡിസൈപ്പിൾസ് ആണ് ഗൗർ ഗോവിന്ദ് മഹാരാജ്. പ്രഭുപാദ് ഗൗർ ഗോവിന്ദ് മഹാരാജുമായി വളരെ പേഴ്സണലായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സ് ഭഗവാനെക്കുറിച്ചും രാധാറാണിയെക്കുറിച്ചും പറയുമായിരുന്നു പറഞ്ഞു. അതാണ് ചിലപ്പോഴൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, പ്രഭുപാദ് ഭഗവാനെക്കുറിച്ചും ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് പറയുമ്പോഴത്തേന് പ്രഭുപാദ് ചില സമയത്ത് ഹി ഗോസ് ഔട്ട് ഓഫ് കൺട്രോൾ. പ്രഭുപാദിനെ വിട്ടുപോകും, അദ്ദേഹത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ്. ആ ഒരു ഓഷ്യൻ ഓഫ് ഫീലിങ്സ് ഭഗവാനെക്കുറിച്ച്
ഒരു കടൽ തന്നെ ഭഗവാൻ ഉള്ളിലുണ്ടെന്നാണ് പറയുന്നത് പ്രഭുപാദിന്റെ. പക്ഷേ പ്രഭുപാദ ഒരിക്കലും അത് പുറത്ത് കാണിക്കാറില്ലായിരുന്നു. കാരണം എന്താണ്? ദാറ്റ് വിൽ ഗിവ് എ റോങ് മെസ്സേജ്. മനസ്സിലായി? നമ്മളെപ്പോലുള്ള വളരെ ലോ കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ദാറ്റ് ഗീവ്സ് എ റോങ് മെസ്സേജ്. കാരണം നമ്മളത് സഹജീയമായി എടുത്തു കളയും. നമ്മളതിനെ നമ്മളെന്താണ് അത് അനുകരിക്കാൻ ശ്രമിക്കും. അനുസരിക്കാനല്ല, നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കും. അതാണ് ഇവിടെ കുന്തി മഹാറാണി എന്താണ് പറയുന്നത്? കുന്തി മഹാറാണി ഭഗവാന്റെ എല്ലാ ക്വാളിറ്റീസിനെയും പറയാം. എന്താണ് പറയുന്നത്? എന്താ പറയുന്നത്? മന്യേ ത്വാം കാലമീശാനം. ഞാൻ എന്താ മനസ്സിലാക്കുന്നത്? ത്വാം കാലമീശാനം. താങ്കൾ ഭഗവാനെ താങ്കൾ എന്താണ്? കാലമാണ്, ഇറ്റേണൽ ടൈമാണ്. ആൻഡ് ഈശാനം സുപ്രീം കൺട്രോളറാണ്, എല്ലാത്തിൻ്റെയും കൺട്രോളറാണ്. അനാദി നിധനം വിഭും. ഒരു ഒരു തുടക്കവുമില്ല, അന്തവുമില്ല. ആൻഡ് വിഭും, വിഭും മീൻസ് ഓൾ പെർവേഡിങ്, എല്ലാത്തിലും നിലനിൽക്കുന്ന എല്ലാത്തിലും നിലനിൽക്കുന്നതാണ് ഭഗവാൻ. ഇതിനെക്കാട്ടിയും ഒരു ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിലോസഫി ഇല്ല ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാൻ, അല്ലേ? ഇത് ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മദേവ് പറയത്തില്ലേ? ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. എക്സാക്ട്ലി അതേ അർത്ഥം തന്നെയല്ലേ ഇതിനകത്ത് പറയുന്നത്? എന്താണ് ബ്രഹ്മദേവ് ഭഗവാനെ കുറിച്ച് പറയുന്നത്? സെയിം കാര്യം തന്നെയല്ലേ പറയുന്നത്? എന്താണ് ബ്രഹ്മദേവ് ഭാഗവത്തിൽ പറയുന്നത്? തുടക്കത്തില് ഭാഗവത്തില് എന്താണ്? ചതുർശ്ലോകി ഭാഗവത്തിലെ ഫസ്റ്റ് ശ്ലോകം എന്താണ്? അഹമേവാസം ഏവാസേ നാന്യത് യത്സത് അസത് പരം പശ്ചാത് അഹം യഥേതശ്ച യോ അവശിഷ്യേത സുസ്മ്യഹം. എന്താണ്? സെയിം കാര്യത്തിനാണ് പറയുന്നത്. എന്താ പറയുന്നത്? അഹമേവാസം ഏവാഗ്രേ നാന്യത് യത്സത് അസത് പരം. എല്ലാത്തിൻ്റെയും തുടക്കം ഭഗവാൻ പറയുന്നതാണ്. എല്ലാത്തിൻ്റെയും തുടക്കം ഞാനാണ്. അഹം ഏവാസം ഏവാഗ്രേ. ഏവ അഗ്രേ, ഏറ്റവും ഒടുക്കവും ഞാൻ തന്നെയാണ്. തുടക്കവും ഒടുക്കവും ഞാൻ തന്നെയാണ്. ഞാനല്ലാതെ മറ്റൊരു സത്യമില്ല. പിന്നെ എന്താണ്? പശ്ചാത്ത് അഹം യഥേതശ്ച, ഈ കാണുന്നതെല്ലാം നശിച്ച് അതിൻ്റെ അവസാനവും അവശേഷിക്കുന്ന ആരായിരിക്കും? ഞാൻ തന്നെ ആയിരിക്കും, അല്ലേ? അതേ കാര്യം തന്നെയാണ് കുന്തി മഹാറാണിയും പറയുന്നത്. അതേ കാര്യം തന്നെയാണ് ബ്രഹ്മദേവനും ബ്രഹ്മസംഹിതയിൽ പറയുന്നത്, അല്ലേ? അപ്പം ഭഗവാന്റെ കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള ഒരു സ്പിരിച്വൽ സ്റ്റുഡൻറ്റ്, നമ്മളെപ്പോലുള്ള ഒരു പ്രാക്ടീസിങ് ഡിവോട്ടിക്ക് ഇതാണ് ഇതിൻ്റെ ഒരു ലെസൺ, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ബൈബിൾ എന്ന് പറയുന്നത്. എന്താണ്? ഈ വചനങ്ങളാണ്, ഈ കാര്യങ്ങളാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കണം, മനസ്സിലിരുത്തി കോണ്ടംപ്ലേറ്റ് ചെയ്യണം. ഭഗവാൻ കാലമാകുന്നു. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. എന്താണ് ശ്ലോകത്തിൽ പറയുന്നത്? കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ. ഭഗവാൻ 11th ക്യാൻഡോയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഞാനാകുന്നു ഈ കാലം. അപ്പം നമ്മൾ മനസ്സിലാക്കാം, ഭഗവാൻ കാലമാകുന്നു. എങ്ങനെയാണ് കാലമാകുന്നത്? കാരണം ഈ കാലം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാത്തിൻ്റെയും എക്സിസ്റ്റൻസിനെയും, എല്ലാത്തിൻ്റെയും തുടക്കത്തിൻ്റെയും ഒടുക്കത്തിൻ്റെയും അടിസ്ഥാനമാണ് കാലം, അല്ലെ? എല്ലാത്തിൻ്റെയും തുടക്കവും ഒടുക്കവും നിർണ്ണയിക്കുന്നത് കാലമാണ്. എല്ലാത്തിൻ്റെയും ഡ്യൂറേഷൻ നിർണ്ണയിക്കുന്ന കാലമാണ്. അതല്ലേ നമ്മൾ പറയുന്നത്? ഈ മെറ്റീരിയൽ വേൾഡ് എന്തുകൊണ്ടാണ് ടെമ്പററി ആണ്? അനിത്യം അസുഖം ലോകം എന്ന് പറയുന്നത് എന്താണ്? ഈ മെറ്റീരിയൽ വേൾഡിൽ കാലം അതിൻ്റെ ഫുൾ സ്വിങ്ങിൽ കാലം അത് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഈ ലോകത്തിലെല്ലാം അനിത്യമാണ്, അല്ലേ? കാലത്തിൻ്റെ കംപ്ലീറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടായതുകൊണ്ടല്ലേ ഒരു കാര്യം തുടങ്ങിയാലും ഒരു കാര്യം നിൽക്കുന്നത്. എന്താണ്? ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ, യഹി സംസ്പർശ ജബ് ഭോഗ. ആ ശ്ലോകം എന്തായിരുന്നു? ദുഃഖ യോനയേവത്തെ, അല്ലേ? യഹി സംസ്പർശ ജബ് ഭോഗ ദുഃഖ യോനയേവത്തെ ആദി അന്തവത്ത് കൗന്തയ ന തേഷു രമതേ ബുധ. ആദിയും അന്തവും ഉണ്ട് എല്ലാ കാര്യത്തിനും ആദ്യം അന്തമുണ്ട്. ആദ്യം അന്തം ഇല്ലാത്ത ഒന്നുപോലും ഇല്ലെന്നാണ് ഈ മെറ്റീരിയൽ വേൾഡിൽ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ആദ്യവും അന്തവും നിർണ്ണയിക്കുന്നത് ടൈമാണ്, അല്ലേ? ആ സമയം ഞാനാകുന്നു എന്ന് ഭഗവാൻ പറയുന്നു. ഏറ്റവും ബേസിക് ആൻഡ് ഫണ്ടമെന്റൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഭഗവാനെ കുറിച്ചിട്ട്, അല്ലേ? ഭഗവാനെ കുറിച്ചിട്ട് ഇതിലേക്കാട്ടിയും വലിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, അല്ലേ?
കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ, ഞാൻ കാലമാകുന്നു. എന്താണ് ലോകക്ഷയ? ഈ ലോകത്തിൻ്റെ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷനും കാലം കൊണ്ടാകുന്നു. ഈ ഏതാണ് ഒരു നമ്മുടെ കഠോപനിഷത്തിൽ നചികേതസ് യമദേവനുമായിട്ടൊരു ഒരു 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 സംവാദമുണ്ട്, കഠോപനിഷത്ത്. അതിനകത്ത് നചികേതസ് ചോദിക്കുന്നുണ്ട് കാലത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ ഭഗവാനാകുന്ന കാലത്തിൻ്റെ ഇൻഫ്ലുവൻസ്. അപ്പോൾ അതിനകത്ത് ഒരു ബ്യൂട്ടിഫുൾ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അതായത് ഈ കാണുന്ന എല്ലാ ചരാചരങ്ങളും, ഈ കാണുന്ന എല്ലാവരും എന്താണ് ഭഗവാന്റെ ഭക്ഷ്യമാകുന്നാണ് പറയുന്നത്. യസ്യ ബ്രഹ്മം ച ക്ഷാത്രം ച ഉഭേ ഭവത ഓദനഃ. ഓദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം എന്നാണ് പറയുന്നത്. ഓദനം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് എന്നാണ് അതിൻ്റെ ആക്ച്വൽ മീനിങ്. യസ്യ ക്ഷാത്രം ച ബ്രഹ്മം ച ഉഭേ ഭവത ഓദന. എന്താണ് ഭഗവാന്റെ ഭക്ഷണമായി തീർന്നെന്ന് പറയുന്നത്? എങ്ങനെയാണ് ഭക്ഷണമായി തീരുന്നത്? കാലത്തിന്റെ രൂപത്തിൽ. നമ്മൾ കണ്ടതല്ലേ ശ്രീമദ് ഭഗവത്ഗീതയിൽ അർജുനന്റെ മുമ്പിൽ കാലത്തിന്റെ രൂപം കാണിച്ചു കൊടുത്തു ഭഗവാൻ, വിശ്വരൂപം. അപ്പൊ അതിനകത്ത് അർജുനൻ കാണുന്നുണ്ട് എല്ലാവരും ഭഗവാന്റെ വായിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്, വൺ ആഫ്റ്റർ ദി അതർ. എല്ലാവരും ഭീഷ്മർ പോകുന്നു, ദ്രോണർ പോകുന്നു, കർണൻ പോകുന്നു, അവിടെയുള്ള പോരാളികൾ പോകുന്നു, ആന, കുതിര എല്ലാം ഭഗവാന്റെ വായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ഉഭേ ഭവത ഓദന. എങ്ങനെയാണോ ഭക്ഷണം പോകുന്നത് അതുപോലെയാണ്. അവസാനം ഒരു ബ്യൂട്ടിഫുൾ, ഈ കഴിക്കുന്ന ആഹാരത്തിന്റെ കൂടെ നമ്മൾ എന്താണ് അവസാനം കഴിക്കുന്ന, തൊട്ടുകൂട്ടാൻ കഴിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അച്ചാർ എന്ന് പറയുന്നത്, സൈഡ് ഡിഷ് അല്ലേ? അച്ചാർ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മൾ എന്തിനാ അച്ചാർ ഉപയോഗിക്കുന്നത്? ഹരേ കൃഷ്ണ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതോ മനസ്സിലാവുന്നുണ്ടോ മാതാജീസ്, പ്രഭൂസ്? അതോ ഹരേ കൃഷ്ണ പ്രഭു, മനസ്സിലാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ അച്ചാർ എന്തിനാ കഴിക്കുന്നത്? ഒരു അപ്പിറ്റൈറ്റിന് വേണ്ടി. ആപ്പിറ്റൈറ്റ് അല്ല, ഈ കഴിക്കുന്ന ആഹാരം കുറച്ചും കൂടെ രുചിയായും അല്ലെങ്കിൽ കുറച്ചും കൂടെ ആപ്പിറ്റൈറ്റ് ആണ് ശരിക്കും. എക്സാക്ട്ലി ആപ്പിറ്റൈസർ തന്നെയാണ്. അതിനൊരു കുറച്ചും കൂടെ രുചിയായിട്ടും കുറച്ചും കൂടെ സ്വാദമായിട്ടും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു എക്സ്ട്രാ ടേസ്റ്റി ഫുഡ്, ടേസ്റ്റ് കൂട്ടാനായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോ ഈ ലോകത്തിനെ കംപ്ലീറ്റ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഭഗവാൻ ആപ്പിറ്റൈസർ ആയിട്ട് ഉപയോഗിക്കുന്നത് അറിയാമോ? അല്ലെങ്കിൽ സൈഡ് ഡിഷ് ആയിട്ട് ഉപയോഗിക്കുന്നത് അറിയാമോ? മൃത്യുര്യസ്യ ഉപസേചനം. എന്തിനാണ് ഭഗവാൻ ഈ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കുന്നത്? മൃത്യുരസ്യ ഉപസേചനം. ഒന്ന് ആലോചിച്ചോ, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കഠോപനിഷത്തിൽ പറയുന്നത്. എന്തിനെ തൊട്ടാണ് ഭഗവാൻ, ഈ കാലമാകുന്ന ഭഗവാൻ ഈ കാണുന്ന എല്ലാത്തിനെയും ഭക്ഷിക്കുന്നത്? ഇല്ല, ഈ യസ്യ ബ്രഹ്മശ്ച ക്ഷാത്രം, ബ്രഹ്മനും ക്ഷത്രിയനും ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന കംപ്ലീറ്റ് ലോകത്തിനെയാണ്. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും മൃഗങ്ങളും പക്ഷികളും മരങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ കഠോപനിഷത്തിൽ പറയുന്നത്. യസ്യ ബ്രഹ്മം ച ക്ഷാത്രം ച ഉഭേ ഭവത ഓദന. അതെല്ലാം എൻ്റെ, അല്ലെങ്കിൽ അതെല്ലാം ഭഗവാന്റെ ഭക്ഷണമായി തീരുന്നു. എങ്ങനെയാണ് കഴിക്കുന്നത്? മൃത്യുർ യസ്യ ച ഉപസേചനം. ഉപസേചനം എന്ന് പറയുന്നത് ഈ തൊട്ടുകൂട്ടാൻ ഉപയോഗിക്കുന്ന സാധനമാണ് മൃത്യുവിന്റെ സഹായത്തോടു കൂടി ഭഗവാൻ അത് കഴിക്കുന്നു. അവസാനം എന്ത് ചെയ്യുന്നറിയാമോ? നമ്മളെല്ലാം കഴിച്ചിട്ട് എന്ത് ചെയ്യും? അവസാനം ഇരിക്കുന്ന അതും കൂടെ, അച്ചാറും കൂടെ നമ്മളും കഴിക്കും, അല്ലേ? അപ്പൊ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ശ്ലോകം ഉണ്ടോ, യത് ബിഭേദി സ്വയം ഭയം. ഏതാണ് ആ ശ്ലോകം? ആർക്കെങ്കിലും പറയാമോ? യത് ബിഭേദി സ്വയം ഭയം. യസ്യ എന്തായിരുന്നു ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഭഗവാനെ ഭയം പോലും ഭയക്കുന്നു എന്നാ പറയുന്നത്. ഓർമ്മ വരുന്നില്ല. എനിവേസ്, അപ്പം അത്രയും പവർഫുൾ ആണ് കാലം എന്ന് പറയുന്നത്, അല്ലെ? അത്രയും എന്താണ്
കംപ്ലീറ്റ്ലി ഭഗവാൻ ഈ എല്ലാത്തിനെയും നശിപ്പിക്കുന്ന, എല്ലാത്തിനെയും മാറ്റിമറിക്കുന്ന, ഒന്നിനെയും പോലും ഒന്നിനെ പോലും ബാക്കി വെക്കാതെ കംപ്ലീറ്റ്ലി മാറ്റി മറിക്കുന്ന ഒരു 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 പ്രോസസ്സാണ് കാലം എന്ന് പറയുന്നത്. ആ കാലം ഞാനാകുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതുതന്നെയാണ് കുന്തിമഹാറാണി ഈ ശ്ലോകത്തിൽ പറയുന്നത്. മന്യേ ത്വം കാലം ഈശാനം അനാദിനിധനം വിഭും. അതിന് ഭഗവാന് ഒരു തുടക്കവും ഒരു എൻഡും ഇല്ല, അല്ലേ? ഭഗവാനെ വിഭു എന്ന് പറയുന്നതും അനാദിനിധനം എന്ന് പറയുന്നതും സെയിം ആണ്, സെയിം കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്, അല്ലേ? വിഭും എന്ന് പറയുന്നത് എന്താണ്? ഓൾ പെർവേഡിങ്. പ്രഭുപാദ ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഓൾ പെർവേഡിങ്, ആ സകലം, എല്ലാത്തിനും അടിസ്ഥാനമായത്. കുന്തിമഹാറാണി ഒരു എന്താ പറയുന്ന, ഓപ്പൺ ഹൈമർ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു, ഒരു അമേരിക്കൻ മാത്തമാറ്റീഷ്യൻ. ഈ ഓപ്പൺ ഹൈമർ ഏകദേശം 10-15 വർഷത്തോളം സാൻസ്ക്രിറ്റ് പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഭഗവത്ഗീതയും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ഹൈമർ അദ്ദേഹം ഒരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നു, ഫിസിസിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ആറ്റമിക് ബോംബ് കണ്ടുപിടിച്ച അദ്ദേഹമാണ്, ആറ്റം ബോംബ്. അപ്പോൾ ഈ ആറ്റം ബോംബ് ന്യൂ മെക്സിക്കോയിൽ അദ്ദേഹം ആദ്യം പരീക്ഷിച്ചപ്പം അദ്ദേഹം തന്നെ കണ്ട് പേടിച്ചു പോയെന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും ശക്തിയുള്ളതാണ് ആറ്റം ബോംബ് എന്നത് അദ്ദേഹം അതിൻ്റെ ആ പരീക്ഷണം കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. ഇതിൻ്റെ ഈ ശക്തി കണ്ടിട്ട് അദ്ദേഹം അറിയാതെ തന്നെ അദ്ദേഹം പറഞ്ഞതാണെന്നാണ് പറയുന്നത്, ഐ ആം ദ ഡെത്ത്, ഐ ആം ദ ഡിസ്ട്രോയർ ഓഫ് ദ വേൾഡ്സ് എന്ന് ഭഗവാൻ പറയുന്നത് കോട്ട് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ബേസിക്കലി അത്രയും ഭഗവാന്റെ ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, ഭഗവാൻ കാലമാണ്. ഇനി കാലം എങ്ങനെയാണ് ഈ കുന്തിമഹാറാണി ഇതിൻ്റെ സെക്കൻഡ് പോർഷനിൽ പറയുന്നത്, സമം ചരന്തം സർവത്ര ഭൂതാനാം യൻ മിതഃ കലിഹി. സമം ചരന്തം സർവത്ര, എല്ലാവരോടും ഭഗവാൻ ഈക്വലിയാണ് ഈ കാലം എന്താണ് ബിഹേവ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആൻഡ് എന്താണ് ഭൂതാനാം യൻ മിതഃ കലിഹി. പക്ഷേ നമ്മൾക്കുണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകൾ, കലി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഡിസെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ മിസറീസ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അത് നമ്മുടെ ഇന്റർകോഴ്സ്, നമ്മുടെ ഈ പ്രകൃതിയുമായും മറ്റ് ജീവജാലങ്ങളുമായിട്ടുള്ള ഇന്റർകോഴ്സ് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ മിസറീസ് ഉണ്ടാവുന്ന പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ക്ലിയർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഭഗവാൻ കാലമാകുന്നു, ഭഗവാൻ എല്ലാത്തിൻ്റെയും കൺട്രോളർ ആകുന്നു. പക്ഷേ നമ്മൾ സഫർ ചെയ്യുന്നു. അത് പക്ഷേ കാലത്തിൻ്റെ കാരണം കൊണ്ടാണോ, ഭഗവാന്റെ കാരണം കൊണ്ടാണോ? അല്ല, അല്ലേ? എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ പറഞ്ഞു ഭഗവാൻ കാലമാകുന്നു, കാലം എല്ലാം തുടച്ചു മാറ്റുന്നു, എല്ലാത്തിനെയും കാലം കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ചെയ്യുന്നു. ആ കാലം എല്ലാവരിലും ഈക്വൽ ആയിട്ടാണ് എന്താ പറയുന്നത് ഇഫക്റ്റ് ആവുന്നത്. പ്രഭുപാദിന് ഒരു എക്സാമ്പിൾ പറയുന്നത് ടീച്ചിങ്സ് ഓഫ് ക്വീൻ കുന്തിയിൽ ഇതെന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സൂര്യനെ പോലെയാണ്. സൂര്യൻ എല്ലാവരിലും ഒരുപോലെയാണ് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്, അല്ലേ? ഇപ്പോൾ ഒരു നദിയിലാണെങ്കിലും സമുദ്രത്തിലാണെങ്കിലും ഒരു റോക്കിലാണെങ്കിലും ഒരു മൗണ്ടൻ ആണെങ്കിലും ഒരു പാടത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റിലാണ്, എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ് സൂര്യൻ തൻ്റെ പ്രകാശം കൊടുക്കുന്നത്. പക്ഷേ ചിലത് അതുകൊണ്ട് ഉപയോഗപ്പെടും, ചിലത് അതുകൊണ്ട് ഉപയോഗപ്പെടുത്തില്ല. അപ്പം പല രീതിയിൽ അത് ഇഫക്റ്റ് ആവും. അതെങ്ങനെ സംഭവിക്കുന്നു? അതാണ് രണ്ടാമത്തെ പോർഷനിൽ കുന്തിമഹാറാണി പറയുന്നത്. അതെന്താണ് പറയുന്നത്? അവിടെയാണ് പ്രഭുപാദ് അതിനെ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്രഭുപാദ് പറയുന്നത് ഈ കാലം നമ്മളിൽ ഇഫക്റ്റ് ചെയ്യുമ്പോൾ ആ ഇഫക്റ്റ് നമ്മളിലൂടെ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്? പ്രഭുപാദ് പറയുന്നത് ദ ലിവിങ് ബീങ്സ് ആർ ഗിവൺ മച്ച് ഫ്രീഡം ആസ് ദേ ഡിസേർവ്, അല്ലെ? എല്ലാവർക്കും ഒരു കാര്യം പ്രത്യേകിച്ച് ഭഗവാൻ തന്നിട്ടുണ്ട്. എന്താണ് തന്നിട്ടുള്ളത്? ഫ്രീഡം, അല്ലെ? അല്ലെങ്കിൽ ഫ്രീ വിൽ എന്ന് പറയുന്നുണ്ട്. അത് വളരെ വളരെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു 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 കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും എന്തുണ്ട്? എല്ലാവർക്കും ഒരു ഫ്രീഡം ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു 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 സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അതിൽ ഭഗവത്ഗീത പറയുന്നില്ലേ, ഇച്ഛാ ദ്വേഷ സമുദ്ധേന ദ്വന്ദ്വമോഹേന ഭാരത, അല്ലേ? ഇച്ഛാ ദ്വേഷ സമുദ്ധേന, അല്ലേ? നമുക്ക് ഇച്ഛ എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹവും ദ്വേഷം, അതിൽ നിന്നുണ്ടായ ദ്വേഷവും അതിൽ നിന്നുണ്ടായ ദ്വന്ദ്വമോഹവും കൊണ്ടാണ് സർഗേ യാന്തി പരന്തപ. ഈ സർഗം എന്ന് പറഞ്ഞാൽ ഈ ക്രിയേഷൻ തന്നെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? നമ്മുടെ ആ ഫ്രീഡവും നമ്മൾ ആ ഫ്രീഡത്തിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് കൊണ്ടാണ്. യൂട്ടിലൈസ് ചെയ്യുന്നത് മനസ്സിലായോ? യൂട്ടിലൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ തെറ്റായി ഉപയോഗിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ സർഗേ യാന്തി പരന്തപ, ഈ ക്രിയേഷൻ തന്നെ ഉണ്ടായത് അങ്ങനെയാണെന്നാണ് ഭഗവാൻ പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്കെല്ലാവർക്കും ബേസിക്കലി ആ ഒരു ഇൻഡിവിജ്വാലിറ്റി, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു എൻറ്റിറ്റി, ഒരു ഐഡൻറ്റിറ്റി ഭഗവാൻ എപ്പോഴും തന്നിട്ടുണ്ട്. അതിൽ ഭഗവാൻ ഒരു കാരണവശാലും ഭഗവാൻ ഇൻ്റർഫിയർ ചെയ്തേയില്ല. ആ ഒരു ഫ്രീഡം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു? പ്രഭുപാദ് വളരെ നന്നായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് പറയുന്നത്? ദ ലിവിങ് എൻറ്റിറ്റീസ് ആർ ഗിവൺ മച്ച് ഫ്രീഡം ആസ് ദേ ഡിസേർവ്. എല്ലാവർക്കും ആവശ്യമായ അത്രയും ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ള കംപ്ലീറ്റ് ഫ്രീഡം നമ്മുടെ കയ്യിലായിരിക്കുന്നത്. അതിപ്പോഴും ഭഗവാൻ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടില്ല, ഒരു കാരണവശാലും എടുത്തിട്ടില്ല, ആരുടെ കയ്യിൽ നിന്നും എടുത്തിട്ടില്ല. മനസ്സിലായോ? ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതിന്റെ മുമ്പത്തെ വരിയിൽ ഭഗവാനെ എന്തായിട്ടാ കുന്തി മഹാറാണി പറഞ്ഞിരിക്കുന്നത്? ഈശാനം. അതൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക. ഈശാനം എന്ന് പറഞ്ഞിട്ട് അടുത്ത് അതിൽ പറയുന്നത് ആ കൺട്രോൾ ഭഗവാൻ എടുത്തിട്ടില്ല. ഈശാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കൺട്രോൾ ഉള്ള ആളല്ലേ. അപ്പോൾ എന്തുകൊണ്ട് ഭഗവാൻ ഇത് എടുത്തിട്ടില്ല? ഒന്ന് ആലോചിച്ച് നോക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആ പോയിന്റ്, അല്ലേ? എന്തുകൊണ്ട് ഭഗവാൻ നമ്മുടെ ഫ്രീ വിൽ മാത്രം ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നു? കാരണം ആസ് എ ലിവിങ് എൻറ്റിറ്റി നമ്മളൊരു ജീവാത്മാവായതുകൊണ്ട് നമ്മൾ ആരുടെ ഭാഗമാണ്? ഭഗവാന്റെ ഭാഗമാണ്. ഭഗവാന്റെ ഭാഗം എന്താണ്? ഭഗവാന്റെ ഭാഗമായിരുന്ന ശ്ലോകത്തിൽ എന്താ പറയുന്നത്? നമ്മൾ ഭഗവാന്റെ അംശമാണെന്നാണ് പറയുന്നത്, അല്ലേ? നമ്മൾ ഭഗവാന്റെ അംശമാണെന്ന് പറയുന്നത്. ആ അംശമായ നമുക്ക് എപ്പോഴും ഭഗവാന്റെ ക്വാളിറ്റേറ്റീവ്ലി നമ്മൾ എപ്പോഴും ഭഗവാനോട് സെയിം ആണ്. ക്വാളിറ്റേറ്റീവ്ലി എങ്ങനെയാണ് നമ്മൾ പറയുന്നത് പ്രഭു? ക്വാളിറ്റേറ്റീവ്ലി സെയിം എന്ന് പറയുന്നത് എന്താണ്? ഗുണപരമായി, അല്ലേ? ഗുണപരമായി നമ്മൾ ഭഗവാനുമായിട്ട് ഈക്വൽ ആണ്. പക്ഷേ ക്വാണ്ടിറ്റേറ്റീവ്ലി നമ്മൾ ഭഗവാനുമായിട്ട് വളരെ ഡിഫറൻസ് ഉണ്ട്, അല്ലേ? എന്താണ് പറയുന്നത്? വിശിഷ്ട, ദ്വൈത, അദ്വൈത, അങ്ങനെയല്ലേ പറയുന്നത്? അല്ല, എന്തായിരുന്നു അതിന് പറയുന്നത്? ഞാൻ മറന്നുപോയി. ഭേദാഭേദതത്വം. കറക്റ്റ്. വിശിഷ്ട അദ്വൈത, അചിന്ത്യ ഭേദ അഭേദ തത്വം. എന്താണ് അചിന്ത്യ ഭേദാഭേദ തത്വം എന്ന് പറയുന്നത്? നമ്മൾ ക്വാളിറ്റേറ്റീവ്ലി ഈക്വൽ ആണ് ഭഗവാനുമായും, പക്ഷെ ക്വാണ്ടിറ്റേറ്റീവ്ലി വളരെ ഡിഫറെൻ്റ് ആണ്. ക്വാളിറ്റേറ്റീവ്ലി ഭഗവാനുമായി വളരെ ഈക്വൽ ആയതുകൊണ്ടാണ് ഭഗവാന്റെ അതേ ക്വാളിറ്റി നമുക്ക് തന്നിട്ടുള്ളത്. എന്താണ് ഭഗവാന്റെ ക്വാളിറ്റി? ഹീ ഈസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ്, കംപ്ലീറ്റ്ലി ഫ്രീ ടു ഡു. ആ ഒരു മൈന്യൂട്ട് ഇൻഡിപെൻഡൻസ് നമുക്കുണ്ട്. ആ ഇൻഡിപെൻഡൻസ് ഭഗവാൻ ഒരിക്കലും എടുത്തു കളഞ്ഞിട്ടില്ല, ഈവൻ ദോ ഭഗവാൻ കൺട്രോളർ ആണെന്ന് പറയുന്നെങ്കിലും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ആ ഒരു ഫ്രീഡം ഉണ്ട്, നമുക്കെല്ലാവർക്കും ആ ഒരു ഫ്രീ വിൽ ഉണ്ട്. ഇനി ആ ഫ്രീ വില്ലിനെ നമ്മൾ എങ്ങനെ എക്സസൈസ് ചെയ്യും? അതും നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്, അല്ലെ? ഭഗവാൻ ഒരിക്കലും അതിനെ ഇൻ്റർഫിയർ ചെയ്യത്തില്ല. ഭഗവാൻ ഒരുപാട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് തരും, ഒരുപാട് അതിന് വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻസ് തരും. ഭഗവാൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഭഗവാൻ തരും. ഗുരുവിൻ്റെ രൂപത്തിലും, ചൈത്യഗുരുവിൻ്റെ പേരിലും, ഗ്രന്ഥങ്ങളുടെ പേരിലും, ഭക്തന്മാരുടെ പേരിലും, അസോസിയേഷൻ്റെ പേരിലും, ജപത്തിൻ്റെ പേരിലും, പ്രസാദത്തിൻ്റെ രൂപത്തിലും, പല രൂപത്തിലും ഭഗവാൻ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് തരും, അല്ലേ? ഭഗവാൻ ഇദ്ദേഹത്തിൻ്റെ വൃത്രാസുരൻ്റെ പ്രേയറിൽ ഭഗവാനെ സമഞ്ജസ് എന്നൊരു വാക്ക് വൃത്രാസുരൻ പറയുന്നുണ്ട്.
സമഞ്ജസേ. അതെന്താണ് സമഞ്ജസ് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹൂ ഈസ് ഗിവിങ് ഓൾ ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ വിചാരിക്കും, ഓ ഞാൻ ഇന്ന് രാവിലെ 8 മണിക്ക് ഞാൻ ഭാഗവതം കേൾക്കാനിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ രാവിലെ 6 മണിക്ക് എണ്ണിച്ച് ഭാഗവതം വായിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ 4 മണിക്ക് എണ്ണിച്ച് ജപിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ വിചാരിക്കും ഞാൻ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. പക്ഷേ ഭഗവാനാണ് ആ ഓപ്പർച്യൂണിറ്റീസ് തരുന്നത്. പക്ഷേ ആ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാനത് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ആ ഒരു ചെറിയ ഫ്രീ വില്ലാണ്, അല്ലേ? നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതും ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നതും അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റുന്നതും ഞാൻ ആ ചെറിയ ഫ്രീ വില്ല് ഞാനൊന്ന് ഭഗവാന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം തരുന്ന ഭഗവാനാണ്, അല്ലേ? പക്ഷേ നമ്മുടെ കയ്യിലാണ് എന്താ പറയുന്നത്, കുതിരയെ നമുക്ക് വെള്ളത്തിൻ്റെ അടുത്ത് കൊണ്ട് നിർത്താൻ പറ്റും, പക്ഷെ കുടിക്കേണ്ടത് ആരാണ്? കുതിരയാണ് വെള്ളം കുടിക്കേണ്ടത്. സെയിം തിങ് ഇവിടെ പ്രഭുപാദ് പറയുന്നത് എന്താണ്? ദ ഡിവോട്ടീസ് ഓഫ് ദ ലോർഡ് ഡു നോട്ട് മിസ്യൂസ് ദെയർ ഫ്രീഡം. ഭക്തന്മാർ ഒരിക്കലും ഭഗവാന്റെ ഫ്രീഡത്തിനെ മിസ്യൂസ് ചെയ്യില്ല എന്ന് പറയുന്നത്. Therefore, they are good sons of the Lord. വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ദ ഡിവോട്ടീസ് ഓഫ് ദ ലോർഡ് ഡു നോട്ട് മിസ്യൂസ് ദെയർ ഫ്രീഡം. എന്തുകൊണ്ടാണ് മിസ്യൂസ് എന്ന് പറയുന്നത്? നമുക്ക് ഫ്രീഡം ഉണ്ട് എന്തും ചെയ്യാൻ, ഇത് ചെയ്യാം അല്ലെങ്കിൽ അത് ചെയ്യാം. ഭക്തന്മാരാണെങ്കിൽ നമുക്ക് ഒരുപാട് ഭഗവാൻ സഹായിക്കും. നമ്മൾ കുറച്ചെങ്കിലും ഭഗവാനോട് ഒരല്പം ഇൻക്ലൈൻഡ് ആണെങ്കിൽ, ഭഗവാനോട് ഒരല്പം നമ്മൾ എന്താ പറയുന്ന, കുറച്ചെങ്കിലും നമ്മൾ ഭഗവാനോട് ഒരല്പം സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ, അല്പം നമ്മൾ ഭഗവാനോട് ഇൻക്ലൈൻഡ് ആണെങ്കിൽ ഭഗവാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തരും, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. അത് പ്രഭുപാദ് ഒരിക്കൽ പ്രഭുപാദിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള കോൺവെർസേഷനിൽ പറയുന്നുണ്ട്, യു ഡോണ്ട് ഹാവ് എനി ക്വാളിഫിക്കേഷൻസ് ടു പ്രാക്ടീസ് കൃഷ്ണ കോൺഷ്യസ്നസ്, ഐ ഗിവ് യു ദ ക്വാളിഫിക്കേഷൻ. പ്രഭുപാദ് പറയുന്നതാണ്, വളരെ വളരെ ഗ്രേറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്കൊരു ക്വാളിഫിക്കേഷനും ഇല്ല ഭഗവാനെ എന്ത് ചെയ്യാൻ? സേവ ചെയ്യാനും നാമം ജപിക്കാനും. ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഭക്തനാണെന്ന് നമുക്ക് കുറച്ചെങ്കിലും തോന്നാനും നമുക്കൊരു ക്വാളിഫിക്കേഷനും ഇല്ല. ഹൂ ഗേവ്? ആരാണ് നമുക്ക് ക്വാളിഫിക്കേഷൻ തന്നത്? പ്രഭുപാദ് തന്ന ക്വാളിഫിക്കേഷനാണ്. പ്രഭുപാദ് തന്ന ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്? ഭഗവാൻ പ്രഭുപാദിന് കൊടുത്ത ക്വാളിഫിക്കേഷൻ പ്രഭുപാദ് നമുക്ക് തന്നെയാണ്. അഹൈ തുകി അപ്രതീഹത എന്നാണ് പറയുന്നത്, അല്ലേ? അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വളരെ 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 ശ്രേഷ്ഠമായ 2 വാക്കുകളാണ്. അഹൈ തുകി അപ്രതീഹത. മനസ്സിലായോ? അൺകണ്ടീഷണൽ ആൻഡ് കോസ്റ്റ്ലെസ്. അതിൻ്റെ അർത്ഥം അതാണ്. എന്താണ് അൺകണ്ടീഷണൽ ആൻഡ് കോസ്റ്റ്ലെസ് എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ നമ്മൾ എന്താ ഒരാൾ എന്താണ്, നമ്മൾ എന്തെങ്കിലും ഒരു ജോലിക്ക് വിളിക്കാന്ന് വെച്ചോളൂ, വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു ജോലി. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പൈപ്പ് കേടായിപ്പോയി. അപ്പോൾ പൈപ്പ് ഒന്ന് ശരിയാക്കാനായിട്ടൊരു പ്ലംബറിനെ വിളിക്കാന്ന് വെച്ചു. അപ്പോൾ അയാൾ വന്നു പൈപ്പ് ശരിയാക്കി. അപ്പോൾ അയാളുടെ ഫീസ് ശരിക്കും 50 രൂപയാണെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ 100 രൂപയാണെന്ന് വെച്ചോളൂ. പക്ഷെ നമ്മൾ അയാൾക്ക് എന്താ കൊടുക്കുന്ന? 1,00,000 രൂപ കൊടുക്കുകയാണ് അയാൾക്ക്. അപ്പോൾ അയാൾക്ക് വിചാരിക്കും, ഇത്രയും പൈസ എന്താ തരുന്നത്? അപ്പോൾ പറയുന്നതാണ്, എനിക്ക് നിങ്ങളുടെ ആത്മാർത്ഥത അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേഷനിൽ എനിക്ക് ഭയങ്കരമായി സന്തോഷമായി, അതുകൊണ്ട് ഐ ആം ഗിവിങ് യു കോസ്റ്റ്ലെസ്ലി ടുവേഴ്സ് യു. അഹൈ തുകി. മനസ്സിലായോ? പക്ഷേ കോസ്റ്റ്ലെസ്സിനെ നമ്മൾ ഒരിക്കലും ഒന്നുമില്ലാതെ കിട്ടുന്നതാണെന്ന് പറയരുത്. നമ്മൾ ഒരിക്കലും അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. ഒന്നുമില്ലാതെ നമുക്ക് മെർസി കിട്ടില്ല, ഒന്നുമില്ലാതെ നമുക്ക് ആ ഒരു ബ്ലെസ്സിങ്സ് കിട്ടില്ല. എന്തെങ്കിലും ഒരു അല്പം നമ്മൾ ചെയ്തിരിക്കണം. അതാണ് കോസ്റ്റ്ലെസ് എന്ന് പറയുന്നത്. കുറച്ചെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട്, അതാണ് സ്വല്പം അപ്യസ്യ ധർമ്മസ്യ എന്ന് ഭഗവാൻ വ്യക്തമായിട്ട് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഒരല്പമെങ്കിലും നമുക്ക് ആ ഒരു ഭഗവാനോടുള്ള ആ ഒരു ശ്രദ്ധ, അല്ലെങ്കിൽ ഭഗവാനോടുള്ള വിശ്വാസം, അല്ലെങ്കിൽ ഭഗവാനോടുള്ള ഒരു അല്പമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ കോസ്റ്റ്ലെസ് മെർസിക്ക് അർഹനാകുള്ളൂ. അല്ലാതെ നമ്മൾ ഒന്നുമില്ലാതെ നമുക്ക് ഒരിക്കലും കോസ്റ്റ്ലെസ് മെർസി കിട്ടാനേ പോകുന്നില്ല. അതാണ് പ്രഭുപാദ് എപ്പോഴും പറയുന്നത്, ഡിവോഷണൽ സർവീസ് ഹാസ് ടു ബി പെർഫോംഡ് അറ്റ് യുവർ ബെസ്റ്റ് എബിലിറ്റി എന്ന് പറയുന്നത്. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എബിലിറ്റിയിൽ നിങ്ങൾ ഡിവോഷണൽ സർവീസ് ചെയ്യണം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എബിലിറ്റിയിൽ, അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യുമ്പോഴേ
നമ്മുടെ പറയുന്ന ഒരു ചെറിയൊരു അംശമെങ്കിലും ഭഗവാനോടുള്ള ഇതാവുന്നുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് കിട്ടേണ്ട 100 രൂപയ്ക്ക് പകരം ഭഗവാൻ 1,00,000 രൂപ നമുക്ക് തരുന്നത്. ആ 1,00,000 രൂപ തരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നും ഭഗവാനെ നാമം ജപിക്കാനും ഭഗവാന്റെ ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ സേവ ചെയ്യാനും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് അതുകൊണ്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഞാൻ രാവിലെ ടെമ്പിളിൽ പോകുന്നു അല്ലെങ്കിൽ ജപിക്കുന്നു, അതെൻ്റെ ഇല്ല. ഭഗവാൻ തന്നെയാണ് ഈ ഓപ്പർച്യൂണിറ്റീസ് തരുന്നത്. എന്തുകൊണ്ടാണ്? കോസ്റ്റ്ലെസ്സും അഹൈതുകി അപ്രതീഹതയായിട്ടുള്ള ഭഗവാന്റെ മെർസി നമുക്ക് വരുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ എന്തൊക്കെയോ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ട്, കുറച്ചെങ്കിലും ഒരു ആത്മാർത്ഥത കൂടി അനിയും എന്താണ് ദൃഢമായിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഒരു ശ്ലോകമുണ്ട് ഭാഗവത്തിൽ, അതിനകത്ത് പറയുന്നത് പറഞ്ഞാൽ നമ്മൾ എന്തുമാത്രം ചെയ്യുന്നു എന്തുമാത്രം നമ്മൾക്ക് ഭഗവാന്റെ പാദങ്ങളിലേക്കുള്ള ആസക്തി കൂടും എന്നാണ് പറയുന്നത്. ഭഗവാനേക്കുള്ള ഒരു 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 കറക്റ്റ് വേർഡ് കിട്ടുന്നില്ല, ഒരു എന്താ പറയുന്നത്, അട്രാക്ഷൻ, ഒരു അട്രാക്ഷൻ കൂടും എന്നാണ് പറയുന്നത്. ആ അട്രാക്ഷൻ എന്താണ്? നമ്മൾക്ക് ഉണ്ടാക്കിയ അട്രാക്ഷൻ ആണോ? ആ അട്രാക്ഷനാണ് സ്ലോലി നമുക്ക് എന്താ പറയുന്നത്, ഭഗവാനിലേക്കുള്ള ആ ഒരു 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 എന്താ പറയുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു സ്പോണ്ടേനിയസ് ലവ്. ആ പതുക്കെ ആ സ്പോണ്ടേനിയസ് ലവ് വരുന്നതിൻ്റെ ചെറിയൊരു ഒരു ഒരു ലക്ഷണമാണ് ഈ പറയുന്ന ചെറിയ രീതിയിലുള്ള നമ്മുടെ അട്രാക്ഷൻ. ചെറിയ രീതിയിലാണ് നമുക്ക് എല്ലാവർക്കും, അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും, ഞാൻ ഉൾപ്പെടെയുള്ള, മറ്റുള്ളവരുടെ എനിക്കറിയില്ല, ബട്ട് മോസ്റ്റ് ഓഫ് നമ്മൾ എല്ലാവരും എന്താണ്, പ്രാക്ടീസിങ് ഡിവോട്ടീസ് ആണ്, സ്ട്രഗിളിങ് ഡിവോട്ടീസ് ആണ്, അല്ലേ? നമ്മളെല്ലാവരും ചെയ്യുന്നത് വലിയ കാര്യമാണെങ്കിലും അത് ഇവൻച്വലി നമ്മുടെ എന്തുമാത്രം നമ്മുടെ ആത്മാർത്ഥതയുണ്ടോ, എന്തുമാത്രം നമ്മുടെ അതിനകത്തുള്ള ഡെഡിക്കേഷൻ ഉണ്ട്, എന്തുമാത്രം സീരിയസ് ഉണ്ട്, അതിനനുസരിച്ച് മാത്രമേ ഭഗവാനിലേക്ക് എത്തുള്ളൂ. പക്ഷേ ഭഗവാൻ എന്ന് പറയുന്നത് അതിൻ്റെ എത്രയോ ഇരട്ടിയായിട്ടാണ് അഹൈതുക്കി അപ്രതീഹതയായിട്ട് ഭഗവാന്റെ കാരുണ്യം നമുക്ക് ലഭിക്കുന്നത്, അല്ലേ? പ്രഭുപാദ് ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഡിവോട്ടീസ് ഓഫ് ദ ലോർഡ്, ദേ ആർ ഗുഡ് സൺസ് ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത്. ഭക്തന്മാർ ഭഗവാന്റെ നല്ല കുട്ടികളാണ്. എന്തുകൊണ്ടാണ്? നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം ഭഗവാനെ ഏതെങ്കിലും രീതിയിൽ ഭഗവാനെ നമ്മുടെ ആ ഒരു ഫ്രീ വിൽ നമ്മൾ പോസിറ്റീവ്ലി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. അതോടെ ഭഗവാന്റെ നല്ല ഭക്തന്മാരാവും എന്ന് പറയുന്നത്, അതെ, നല്ല സൺസ് ആവും എന്ന് പറയുന്നത്. Others who misuse the freedom are put into miseries destined by the eternal kala. See, ഇവിടെയാണ് കാലത്തിന്റെ എഫക്റ്റ് ഉണ്ടാവുന്നത്. The persons who are not യൂസിങ് ദർ ഭക്തന്മാർ അല്ല, ഈ ഫ്രീഡം നമ്മൾ പറഞ്ഞല്ലോ, ഫ്രീഡത്തിനെ ആരൊക്കെയാണോ മിസ്യൂസ് ചെയ്യുന്നത്, ആരൊക്കെയാണോ ഇതിനെ റോങ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്, അതായത് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയാലും നമ്മൾ അത് ചെയ്യാതെ നമ്മൾ വേറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ഫ്രീഡത്തിനെ റോങ് ആയിട്ട് മിസ്യൂസ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്, ഇമ്മീഡിയറ്റ്ലി കാലത്തിന്റെ ഇഫക്റ്റ് അവരിലേക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? അപ്പം നമ്മൾ കൺഫ്യൂഷൻ വരും. അങ്ങനെയാണെങ്കിൽ കാലത്തിന്റെ എഫക്റ്റ് നമ്മൾ പറഞ്ഞത് ഒരാൾക്ക് വയസ്സാവുന്നു, ഭക്തന്മാർക്ക് വയസ്സാവില്ലേ? അപ്പം ഭക്തന്മാർക്ക് വയസ്സാവും. പക്ഷേ കാലത്തിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനി ജഠരേ ശയനം. മനസ്സിലായോ? ആ ഒരു കാലത്തിന്റെ എഫക്റ്റ് ആണ് ഗോയിങ് ത്രൂ PODD. എന്താണ്? ബർത്ത്, ഡെത്ത്, ഓൾഡ് ഏജ് ആൻഡ് ഡിസീസ്. ഇതിൻ്റെ ഈ ലൂപ്പിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു ഭക്തനാണെങ്കിൽ ഓൾറെഡി എന്താണ്, ക്ലച്ചസ് ഓഫ് ദ ഈ കാലത്തിന്റെ പിടിയിൽ നിന്ന് ഓൾറെഡി അവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞെന്ന് പറയുന്നത്. അതാണ് ശ്രീമദ് ഭാഗവതത്തില് അവസാനം പരീക്ഷിത് മഹാരാജ് പറയുന്നുണ്ട്, ഞാൻ എപ്പോഴേ മരണത്തിനെ ജയിച്ചു കഴിഞ്ഞു. ശ്ലോകത്തിൽ പരീക്ഷിത് മഹാരാജ് പറയുന്നതാണ്. എന്തുകൊണ്ടാണ്? കാരണം പരീക്ഷിത് മഹാരാജ് ഭഗവാന്റെ ഭക്തനായ ശുകദേവ് ഗോസ്വാമിയിൽ നിന്ന് ഭാഗവതം മനസ്സിലാക്കി തൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും പരമമായ ലക്ഷ്യം ഭഗവാന്റെ ഭക്തനാകുകയാണ്, ഭഗവാന്റെ സേവ ചെയ്യുകയാണെന്ന് മനസ്സിലാക്കി ആ ഒരു കോൺഷ്യസ്നെസ് എത്തിയപ്പോഴത്തേന് അദ്ദേഹം മനസ്സിലായി, ഞാൻ എപ്പോഴേയോ ഈ മരണത്തിനെ ജയിച്ചു കഴിഞ്ഞു. അതാണ് പ്രഭുപാദ് പറയുന്നത്, ഡിവോട്ടീസ് വിൽ നോട്ട് ഡൈ. എന്തുകൊണ്ടാ? അതിൻ്റെ അർത്ഥം എന്താ? ഡിവോട്ടീസ് മരിക്കില്ലെന്നാണോ? ഡിവോട്ടീസ് മരിക്കുന്നുണ്ടല്ലോ, നമ്മൾ കാണുന്നുണ്ടല്ലോ, ഭക്തന്മാർ ശരീരം വെടിയാറുണ്ട്. പക്ഷെ അവര് ഈ കാലത്തിന്റെ ക്ലച്ചസ്, അതായത് വീണ്ടും വീണ്ടും ജന്മം, മരണം, വാർദ്ധക്യം, ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് എവിടെ പോകുന്നു? ഇറ്റേണൽ ടൈമിലേക്ക് പോകുന്നു. ടൈം ഇറ്റേണലാണ്. അത് ഇവിടെയും
ഇറ്റേണൽ ആണ്. സ്പിരിച്വൽ വേൾഡിൽ ഇറ്റേണൽ ഉണ്ട്. പക്ഷേ സ്പിരിച്വൽ വേൾഡിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. അതെന്താണെന്നറിയാമോ? ബ്രഹ്മസംഹിതയിൽ അവസാനത്തെ ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട്. എന്താണ് ബ്രഹ്മസംഹിതയിൽ അവസാനത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ബ്രഹ്മസംഹിതയിൽ അവസാനത്തെ ശ്ലോകം ഉണ്ടല്ലോ, ആർക്കെങ്കിലും പറയാമോ? അതാണോ പ്രഭു? അതിന്റെ സെക്കൻഡ് എന്താണ്? കൽപ്പതരവോ ചിന്താമണി. അതെ അതെ, അതിന് മുമ്പ് ധർമ്മോദ. ധ്രുമാധൂമിസ് ചിന്താമണി തോയമമൃതം കഥാഗാനം നാട്യം ഗമനമഭി വംശീ പ്രിയസഖി ചിദാനന്ദം പരമഭി തഥാസ്വാദ്യമഭി ച സയത്ര ക്ഷീരാബ്ദി സ്രവതി സൂര്യശ്ച ഭീമഹാൻ നയത്രോ എന്തായിരുന്നു ശ്ലോകം? വാവ്രജതി നഹി യത്രാപി സമയഃ. അല്ലേ? നഹി യത്രാപി സമയഃ. സമയം എന്ന് പറയുന്നത് ഈ പ്രഭുപാദ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, പ്രഭുപാദ് എന്ന് പറഞ്ഞാൽ ഏത് പ്രഭുപാദാണ്? ഈ ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് പ്രഭുപാദാണ്. അദ്ദേഹം പറയുന്നത് ദ ടൈം ഈസ് ആബ്സെന്റ്. ടൈം ഈസ് ആബ്സെന്റ് എന്ന് പറയുന്നത് അത് അതിനൊരു പ്രത്യേക വാക്ക് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്തിന്റെ ഇഫക്റ്റ് ഉണ്ട്, സമയമുണ്ട്, പക്ഷേ അതിന്റെ ഇഫക്റ്റ് എവിടെ ഇല്ല? സ്പിരിച്വൽ വേൾഡിലില്ല. അല്ലേ? ആ സ്പിരിച്വൽ വേൾഡിൽ സമയത്തിന്റെ ഇഫക്റ്റ് ഇല്ല. കാരണം എന്താ പറയുന്നത്? നമ്മൾ അവിടെ ഇറ്റേണൽ ആയിരിക്കും എന്നാ പറയുന്നത്. ടൈം ഈസ് ആബ്സെന്റ്. എന്തോ ഒരു നല്ല രീതിയിൽ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ്. ടൈം ഈസ് കോൺസ്പീക്വസ്ലി ആബ്സെന്റ് ബൈ ഹിസ് പ്രസന്റ്, സംതിങ് ലൈക്ക് ദാറ്റ്. എന്തോ ഒരു രീതിയിൽ പറയുന്നുണ്ട്. അതാ എന്താ പറയുന്നത് വെച്ചാൽ ഇവിടെയും സമയമുണ്ട്, എവിടെ മെറ്റീരിയൽ വേൾഡിലെ സമയമുണ്ട്. എന്താണ് എഴുതിയിരിക്കുന്നത്? വേർ there is eternal existence to transcendental time. വർത്തമാനം ഭൂതം ഭാവി ഇല്ലാതെ ഒരു ക്ഷണിക പോലും സമയം നഷ്ടപ്പെടുത്തുന്ന സ്വഭാവമില്ലാത്തവർ ഉള്ളത്. എക്സാക്ട്ലി. അപ്പോ സമയം ഇവിടെയും ഉണ്ട്, പക്ഷേ അവിടെയും ഉണ്ട്. പക്ഷേ സമയം ഇവിടെ അതിന്റെ ഭയങ്കരമായ ഇഫക്റ്റ് കാണിക്കും, പക്ഷെ അവിടെ സമയത്തിന്റെ ഇഫക്റ്റേ ഉണ്ടാവില്ല. ഇല്ലേ? അത് അങ്ങനെ ആ ഒരു ലെവൽ, ആ ഒരു ലോകത്തിലേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ പറയുന്നത്, നമ്മൾ മൃത്യുവിനെ ജയിച്ചു, അല്ലെങ്കിൽ there is no death എന്ന് പറയുന്നത്. അവിടെയാണ് പ്രഭുപാദ് ഇവിടെ പറയുന്നത്, the others who misuse the freedom are put into miseries are destined by the eternal കാലം. അവിടെയാണ് കാലത്തിന്റെ ഇഫക്റ്റ് ഉണ്ടാവുന്നത്. The Kala offers the conditioned souls both happiness and miseries. It's all prestined by eternal time. ഈ കാലമാണ് എല്ലാവരുടെയും മിസറീസ്, അല്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ സന്തോഷങ്ങളും, ദുഃഖങ്ങളും സന്തോഷങ്ങളും ഡിഫൈൻ ചെയ്യുന്ന കാലമാണ്. പക്ഷേ ഇതിനെല്ലാം എന്താണ് കൺട്രോൾ ചെയ്യുന്നത് ഭഗവാനാണ്. എന്തിൻ്റെ രൂപത്തിൽ? കാലത്തിൽ. ഏതൊരാളാണോ ഈ കാലത്തിനെ ജയിക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് കാലത്തിനെ ജയിക്കാൻ പറ്റുന്നത്? ബൈ യൂസിങ് ദ ഫ്രീ വിൽ പ്രോപ്പർലി. ഭഗവാന്റെ സേവയിൽ തൻ്റെ ചെറിയ ആ ഒരു ഫ്രീ വിൽ, ചെറിയമായിട്ടുള്ള ഒരു ഫ്രീഡം, അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം എങ്ങനെയാണോ അയാൾ പോസിറ്റീവ്ലി ഉപയോഗിക്കുന്നത്, അയാൾക്ക് ഈ കാലത്തിനെ സുഖമായി ജയിക്കാൻ പറ്റും എന്ന് പ്രഭുപാദ് പറയുന്നുണ്ട്. അവസാനം പ്രഭുപാദ് പറയുന്നത്, no one is therefore either an enemy or friend of the Lord. സമം ശരന്തം സർവത്ര. ആരും ഭഗവാന്റെ എനിമി അല്ല, ഫ്രണ്ടും അല്ല. പ്രഭുപാദ് ഇത് പറയുന്നുണ്ട്, ഭഗവാൻ പറയുന്നുണ്ട്, സമോഹം സർവഭൂതേഷു നഹി ദ്വേഷ്ടി അസ്തി ന പ്രിയഃ. അതിന് സെക്കൻഡ് ലൈനിൽ പറയുന്നുണ്ട്, യോ ഭജന്തി മാം ഭക്തിയ മയി തേ തേഷു ചാപ്യം. ഞാൻ എല്ലാവരിലും ഈക്വൽ ആയിരിക്കും, ആരും എനിക്ക് സുഹൃത്തുമില്ല, അല്ലെങ്കിൽ എനിമിയില്ല, ശത്രുവില്ല. പക്ഷെ അതിന്റെ സെക്കൻഡ് പാർട്ടിൽ ഭഗവാൻ അതേ ഇതിന് കോൺട്രഡിക്ഷൻ ആയിട്ട് പറയുന്നത് എന്താണ്? യോ ഭജന്തി മാം ഭക്തിയ. എന്നെ ആരാണോ ഭജിക്കുന്നത് അവരെൻ്റെ പ്രിയപ്പെട്ടവരാകുന്നു എന്ന് പറയുന്നു. അവരൊരു കോൺട്രഡിക്ഷനാണ്. അവരുടെ എന്താ പറയുന്നത് പറഞ്ഞാൽ, എന്നെ ആരാണോ എന്നെ ഭജിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഡിവോട്ടി ആരാണോ എന്നെ ഭജിക്കാൻ വേണ്ടി അവരുടെ ഫ്രീഡം എങ്ങനെയാണോ പ്രോപ്പർലി യൂസ് ചെയ്യുന്നത്, അവരിൽ എൻ്റെ ഇഫക്റ്റ് ഉണ്ടാവില്ല എന്ന് പറയുന്നു. വളരെ ക്ലിയർ ആണ് അല്ലേ? അത് തന്നെയാണ് കുന്തി മഹാറാണി ഇവിടെ പറയുന്നത്. അപ്പോൾ സമയമായി.
സോറി, ഞാൻ കുറച്ച് സമയം കൂടെ എടുത്തു. ബട്ട് എസെൻഷ്യലി നമ്മൾ കുന്തി മഹാറാണിയുടെ ഈ പ്രേയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് എൻ ഐ ഓപ്പണർ. സ്പെഷ്യലി നമ്മളെപ്പോലുള്ള പ്രാക്ടീസിങ് ഡിവോട്ടീസിനൊക്കെ വളരെ നല്ല ഒരു ലെസനാണ് ഇത്. അതുകൊണ്ടാണ് പ്രഭുപാദ് ഈ ബുക്സ്, ഈ പെർട്ടിക്കുലർ കുന്തി മഹാറാണിയുടെ ഇതിന് ഒരു ബുക്ക് തന്നെ പ്രഭുപാദ് എഴുതിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും നമുക്കത് വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കണം. ഓൾറെഡി വായിച്ചതാണെങ്കിലും വീണ്ടും വായിക്കണം. എപ്പോഴെങ്കിലും നമുക്കത് നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൂടുതൽ നമുക്ക് അപ്ലൈ ചെയ്യാനും ഭഗവാന്റെ സേവ ചെയ്യാനും അതിലൂടെ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാനും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്. ഗൗർ പ്രേമാനന്ദേ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭു, ഞാൻ എപ്പോഴും ഒരു വളരെ സംശയമാറിയ ഒരു പോയിന്റാണ് പ്രഭുജി പറഞ്ഞത്. അതായത് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യമാണ്, എന്തിനാ ഭഗവാൻ ഇങ്ങനെ ഇത്രയും ഫ്രീഡം തന്നത്? അതുകൊണ്ടല്ലേ നമ്മളിവിടെ ഈ തുറന്ന ജയിലിൽ വന്ന് താമസിക്കേണ്ടി വന്നതെന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അതിപ്പോൾ പ്രഭു പറഞ്ഞപ്പോൾ മനസ്സിലായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി, സന്തോഷം. അതിപ്പോൾ മനസ്സിലായി പ്രഭു. അപ്പോൾ നമ്മൾക്ക് ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട് ഭഗവാൻ, ഫ്രീഡം തരുന്നുണ്ടെങ്കിലും ഭഗവാൻ തരുന്നുണ്ട്, അത് മനസ്സിലായി. പിന്നെ അതുപോലെ ഈ കഠോപനിഷത്തിൽ പറയുന്നത് ഈ ഇത് പറയുന്നുണ്ടല്ലോ, അതായത് സകലതിനെ ഹനിക്കുന്ന കാലമാകുന്ന ഭഗവാൻ, എങ്കിലും അച്ചാറെന്ന വൃത്തി, അതൊക്കെ മനസ്സിലായപ്പോ മനസ്സിലായില്ലേ പ്രഭു പറഞ്ഞ? അത് ആ മൃത്യു, അച്ചാറെന്ന മൃത്യുവിലൂടെയാണ് സകലതിനെ ഹരിക്കുന്നത് പറഞ്ഞ, അതും മനസ്സിലായി. പിന്നെ പ്രഭു, അതായത് നമ്മൾ എപ്പോഴും പ്രഭു പറഞ്ഞില്ലേ, ഭഗവാനോടുള്ള നമ്മുടെ ആ പ്രോസസ്സിലൂടെ നമ്മൾ പ്യൂരിഫൈ ചെയ്തിട്ട് ഭഗവാനോട് എത്ര രാഗാനുഭക്തി പറയുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്കിപ്പോൾ ഭഗവാൻ, പ്രഭു പറഞ്ഞ പോലെ ഭഗവാന്റെ ഗുരു മഹാരാജിൻ്റെ കാരുണ്യം കൊണ്ട് നമ്മൾക്ക് ഭഗവാന്റെ ഡീറ്റി വയ്ക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടി, ഭഗവാനോട് അടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം കിട്ടി. എന്നാലും അതിന് ഒരു പരിധി വേണ്ടതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അതായത് വ്രജവാസികൾക്ക് ചപ്പലിട്ട് ഭഗവാന് പ്രസാദം ഉണ്ടാക്കാമെന്ന് പറയും. അതേസമയം നമുക്കത് ചെയ്യാൻ പാടില്ല. അതുപോലെ വ്രജത്തിലെ ഒരു വ്രജവാസി ഭക്തൻ ഭഗവാന് പല്ല് ക്ലീൻ ചെയ്തും കൊണ്ട് പ്രസാദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളും ഇത് നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ എന്നൊരു തോന്നൽ ഉണ്ടാകാൻ പാടില്ലല്ലോ. അത് പ്രഭു അതിന്റെ എക്സ്പ്ലനേഷൻ തന്നപ്പോൾ മനസ്സിലായി. സാധാരണ നമ്മൾ കുറച്ച് ഭഗവാനിലേക്ക് അടുക്കുമ്പോൾ നമ്മൾ വലിയ ഭഗവാനുമായിട്ട് ഒരുപാട് അടുത്ത് കഴിഞ്ഞു, നമ്മൾ സ്വതന്ത്രരാണ്, ഭഗവാനോട് നമുക്ക് എങ്ങനെയും താതാത്മ്യം പ്രാപിക്കുക എന്നൊക്കെയുള്ള ഒരു ഇത് വരുമ്പോൾ, ഇപ്പൊ പ്രസാദം തന്നെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഭഗവാനെ സേവിക്കുക, അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഒക്കെ ഒന്ന് കൈ അയച്ച് കളയുന്നെങ്കിലോ, വൃത്തിയില്ലാതെയൊക്കെ. അപ്പൊ അതൊക്കെ പ്രഭു പറഞ്ഞപ്പോ ഇപ്പൊ നന്നായിട്ട് മനസ്സിലായി. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഭക്തന്മാരെ ഹരിബോൾ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. ഇത്രയും തിരക്കിന്റെ ഇടയിലും ക്ലാസ് എടുക്കാൻ വന്നാലും വളരെ നന്ദി പ്രഭു. താങ്ക് യു സോ മച്ച് പ്രഭു. हरे कृष्णा. श्रील प्रभुपाद की जय. अनंत कोटि वैष्णव वृंद की जय. ग्रंथराज श्रीमद् भागवतम की जय. गौर प्रेमानंदे. हरि हरे कृष्ण. Thank you, Prabhuji. Thank you for the wonderful. हरे कृष्णा. हरे हरे कृष्ण. ക്ലോസ് ചെയ്തോട്ടെ പ്രഭു? നാളെ ദേവീനന്ദ ക്ലാസ് അനൗൺസ് ചെയ്യാൻ മതി. അല്ല, നാളെ അല്ല ദേവീനന്ദ പ്രഭുവിന്റെ ക്ലാസ്. നാളെ ദേവി പ്രഭുവിന്റെ ക്ലാസ് വച്ചിരുന്നു. പക്ഷെ ദേവി പ്രഭുവിന് കോടതിയിൽ ഒരു അത്യാവശ്യം ആയതുകൊണ്ട് നാളെ ക്ലാസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നാളത്തെ ക്ലാസ് ജഗസാക്ഷി പ്രഭുവാണ് എടുക്കുന്നത്. ദേവീനന്ദൻ പ്രഭുവിന്റെ ക്ലാസ് വ്യാഴാഴ്ചയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ എല്ലാ ഭക്തന്മാരും നാളെ പങ്കെടുക്കുക. നമ്മുടെ ഈ ഓൺലൈൻ ഭാഗവതം സെക്ഷൻ തുടങ്ങിയിട്ട് 1 year ആണ് നാളെ. അപ്പൊ എല്ലാവരും ദയവായി നാളെ പങ്കെടുക്കുക. നാളെ ജഗസാക്ഷി പ്രഭുവിന്റെ സെക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മോർണിംഗ് ആണല്ലേ മാതാജി? അതെ, സെയിം ടൈം തന്നെ മതി, നമ്മുടെ സെയിം ടൈം. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പരമാനന്ദ പ്രഭു, ഓർമ്മിപ്പിച്ചതിൽ വളരെ നന്ദി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ പ്രഭു?